ഇപ്പൊ നേരത്തെ പറയില്ലേ പല്ല് കാണിച്ച് ഞാൻ പല്ല് കാണിച്ച് ചിരിക്കുമായിരുന്നു, പക്ഷെ ചില ഫോട്ടോയിൽ ഞാൻ കോൺഷ്യസ് ആയിട്ട് മറ്റേ ഇങ്ങനെ പിടിക്കുമായിരുന്നു. അപ്പൊ ചിരി എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്? എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസും ഇത് തന്നെയാണ് പറയാ, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിരിക്കാറില്ല, ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാറില്ല. അപ്പൊ അമ്മ പറഞ്ഞെന്ന് വെച്ചാൽ കുഞ്ഞിന് സ്കൂള് മാറ്റാൻ പോവാണ്, പിന്നെ പല്ല് പൊങ്ങിയിരിക്കുന്ന കാരണം കുഞ്ഞുങ്ങൾ കളിയാക്കാണ്, സംസാരിക്കുന്നില്ല. യൂഷ്വൽ ബ്രേസസ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണോ അലൈനേഴ്സ് വർക്ക് ചെയ്യുന്നത്? പൊതുവെയുള്ള ആൾക്കാർ വിചാരിക്കുന്ന സ്മൈൽ കറക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തോ ഇങ്ങനെ പല്ലിൽ ഒട്ടിച്ച് വെക്കുന്നത് മാത്രമേ സ്മൈൽ കറക്ഷൻ. ചിലർക്ക് TMJ ആയിരിക്കില്ല. ഇപ്പം രണ്ട് കണ്ടീഷൻസ് ഉണ്ട്, TMJ ഉണ്ട്, OMD ഉണ്ട്. ഇതിൽ ചില ആൾക്കാരെ നമ്മൾ കൗൺസിലിങ്ങിന് പോലും വിടേണ്ടി വരും. ഒരു ഭയങ്കര ട്രോമാറ്റിക് ലൈഫാണ് ഈ TMJ പേഷ്യൻസിന്റെ. അത് ഈ ഓൺലൈൻ കമ്പനികൾ അങ്ങനെ കുറേ ഉണ്ട്. ഡോക്ടറിനെ ബൈപ്പാസ് ചെയ്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര കുറച്ച് പൈസ മതി, പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. അപ്പൊ ആ പേഷ്യൻസ് ഒക്കെ ഇതിപ്പോ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കാണ്. എസ്പെഷ്യലി ബോയ്സ് വന്നിട്ട് മറ്റേ ഇപ്പോ മറ്റേ ആപ്പിൾ കട്ട് ചെയ്യാൻ പറ്റുന്ന ജോ. കാരണം ഞാൻ 13 വയസ്സിന് മുന്നേ ഈ ഇതുള്ളത് കൊണ്ട് അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഡെന്റിസ്റ്റിനെ പോയി കാണിച്ചപ്പോ എന്നോട് കൈ അമർത്തി തിരുമ്മിയാ മതി. അത് ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അൺഫിൽറ്റേർഡിൻ്റെ എപ്പിസോഡ് 2 സ്വാഗതം. അപ്പം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ ചിരി ഒന്നുകൂടി ഭംഗിയാക്കി തരാൻ എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ സ്വന്തം ഓർത്തോഡോണ്ടിസ്റ്റ് ആണ്. ആളുടെ പേര് ഡോക്ടർ ശരണ്യ ജെയിൻ എന്നാണ്. ആൾ നമ്മളുടെ എന്താ പറയുക അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ഡെന്റിസ്റ്റും കൂടിയാണ്. ആൻഡ് ഷീസ് ഓൾസോ എ TMJ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ, വെൽക്കം ടു ദി ഷോ. ആദ്യം തന്നെ താങ്ക്സ് എൻ്റെ ചിരി നന്നാക്കി തന്നത്. പണ്ട് നല്ലല്ല ഒരു ഞാൻ നേരത്തെ പറയാൻ വിട്ടു, ഈ 2000 കേസസ് ചെയ്തിട്ടുള്ള ആളാണ്. ആൻഡ് ഓൾസോ നമ്മളുടെ എന്താ പറയുക കേരളത്തിൽ ഇൻവിസലൈൻ്റെ 500 കേസസ് ആള് കംപ്ലീറ്റ് ചെയ്തു. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ബിക്കോസ് ക്ലിനിക്ക് സ്വന്തമായിട്ട് നടത്തുന്നു, കേസസ് ഹാൻഡിൽ ചെയ്യുന്നു, ചിരികൾ നന്നാക്കുന്നു. ചിരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ചിരിന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ ഞാൻ തന്നെ കണ്ടില്ലേ, ചിരി നന്നായപ്പോ എന്തൊരു ഹാപ്പി. അപ്പൊ ചിരി എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്? എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസും ഇത് തന്നെയാണ് പറയാ, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിരിക്കാറില്ല, ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാറില്ല. അപ്പൊ നമ്മൾ റെഫറൻസ് ഫോട്ടോസ് എപ്പോഴും ചോദിക്കും, ട്രീറ്റ്മെന്റ് മുന്നത്തെ ഫോട്ടോസ് അല്ലെങ്കിൽ ചിരി. അപ്പോൾ ഒറ്റ ഫോട്ടോയിലും ഒരു പേഷ്യൻറ്റും പല്ല് കാണിച്ച് ചിരിച്ചുകൊണ്ടൊരു ഫോട്ടോ ഉണ്ടാവില്ല. ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റ്ലി ഫോട്ടോസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. കോൺഫിഡൻസ് മാത്രമല്ല, എൻ്റയർ പേഷ്യൻസിൻ്റെ ആ ഒരു അറ്റയറും അവരെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും എല്ലാം അങ്ങോട്ട് ചേഞ്ച് ആവാം. നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓരോ പേഷ്യൻസും നമ്മളടുത്ത് ഈ ട്രാൻസ്ഫോർമേഷൻസിലൂടെ പാസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഹാപ്പിനെസ്സിൻ്റെ പാട്ടാകുമ്പോഴും നമുക്ക് ആസ് എ ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ ഡോക്ടർ എനിക്കത് പേഴ്സണലി ഭയങ്കര സന്തോഷമാണ് ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരുമ്പോഴത്തേക്ക്. ഞാൻ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്യാമായിരുന്ന ഒരു ചോദ്യം ഡോക്ടറിനോട് ചോദിക്കട്ടെ. ഈ ഡെന്റിസ്റ്റും ഓർത്തോഡോണ്ടിസ്റ്റും എന്നുള്ള ടേംസ് എങ്ങനെ ഡിഫറെന്റ് ആവുന്നത്? സെയിം ആണോ എന്ന് ചോദിച്ചാൽ എല്ലാ ഓർത്തോഡോണ്ടിസ്റ്റും ഡെന്റിസ്റ്റ് ആണ്, പക്ഷെ എല്ലാ ഡെന്റിസ്റ്റും ഓർത്തോഡോണ്ടിസ്റ്റ് അല്ല. എല്ലാ ഓർത്തോഡോണ്ടിസ്റ്റും ഡെന്റിസ്റ്റ് ആണ്, എല്ലാ ഡെന്റിസ്റ്റും ഓർത്തോഡോണ്ടിസ്റ്റ് അല്ല. അപ്പം നമ്മൾ ഡെന്റിസ്ട്രി BDS കഴിഞ്ഞ് 3 വർഷം നമ്മൾ ഓർത്തോഡോണ്ടിസ്റ്റിൽ സ്പെഷ്യലൈസേഷൻ കംപ്ലീറ്റ് ആയ ശേഷമാണ് ഇതുപോലെ പല്ലിനെ ക്ലിപ്പിടുക അല്ലെങ്കിൽ ലൈനർ കറക്ഷൻസിലോട്ടൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതാണ്, എല്ലാ ഓർത്തോഡോണ്ടിസ്റ്റും ഡെന്റിസ്റ്റ് ആണ്, എല്ലാ ഡെന്റിസ്റ്റും ഓർത്തോഡോണ്ടിസ്റ്റ് അല്ല. അപ്പം ഞാൻ എൻ്റെ കേസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം സോ ഹാപ്പി. കാരണം ഞാൻ ഇപ്പം നേരത്തെ പറയില്ലേ പല്ല് കാണിച്ച് ഞാൻ പല്ല് കാണിച്ച് ചിരിക്കുമായിരുന്നു, പക്ഷെ ചില ഫോട്ടോയിൽ ഞാൻ കോൺഷ്യസ് ആയിട്ട് മറ്റേ ഇങ്ങനെ പിടിക്കുമായിരുന്നു, ഇങ്ങനെ പിടിക്കുമായിരുന്നു. കാരണം ആ ഒരു ചെറിയൊരു പൊക്കമുള്ളത് കാണണ്ട, അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ചെറുതായിട്ടാണ് ചില ഫോട്ടോയിൽ എടുത്തെറിയും, അപ്പൊ ഇങ്ങനെ പിടിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് സജസ്റ്റ് ചെയ്തു, പക്ഷെ ഞാൻ കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു. പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ട് എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു ഇത് കിട്ടിയപ്പോൾ പറഞ്ഞു, നമ്മൾ ചെയ്തു, അങ്ങനെയായിരുന്നല്ലോ. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഒത്തിരി പൊങ്ങിയിട്ടല്ല, നോട്ടീസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുമോ. അത് ഞാനും അപ്പം അങ്ങനെ കൺസേൺ പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞ, ഇനി ഒരാൾക്ക് കാണുമ്പോൾ പല്ല് പൊങ്ങിയെന്നോ അല്ലെങ്കിൽ സ്മൈൽ കറക്ഷൻ ആവശ്യമുണ്ടോ എന്ന് തോന്നില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മളെ സാറ്റിസ്ഫൈ ആവുക, അല്ലെങ്കിൽ നമ്മളുടെ ചേഞ്ചസ് നമ്മൾ വേണം അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട്. ഇനി ഒരാൾ എൻ്റെ പല്ല് ഭംഗിയായില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കരുത്. അപ്പം ഫസ്റ്റ് എല്ലാ പേഷ്യൻസിനോടും ഞാൻ പറയും, ഇനി ഒരാളുടെ സ്മൈലായി കമ്പയർ ചെയ്യരുത്. നിങ്ങളെ തന്നെ നോക്കുക, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ സ്മൈൽ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യാമെന്നാണ് ഞാൻ എപ്പോഴും നോക്കുക. അതുകൊണ്ട് ഈ പേഷ്യൻസ് ആണെങ്കിലും റെഫറൻസ് ഫോട്ടോസ് ആയിട്ട് വരും.
സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് കൊണ്ടുവന്നിട്ട് എൻ്റെ സ്മൈൽ ഇങ്ങനെ ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ എപ്പോഴും ആ പേഷ്യൻ്റെ ഫേസും ആ പേഷ്യൻ്റെ സ്മൈലിന് ഏറ്റവും ഭംഗിയാവുന്ന ഏത് രീതിയാണോ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻസ് പഴയ ഫോട്ടോസ് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാ പേഷ്യൻസിൻ്റെയും പ്രീവിയസ് ഫോട്ടോസ് വെക്കും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിട്ട് ആ സ്മൈലിൽ ട്രാൻസ്ഫോം ആയി വന്നിരിക്കുന്നത്. സത്യം, വീഡിയോസ് നോക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വരെ കൂടുതൽ പല്ലുണ്ടോ എന്നുള്ളൊരിതാണ്. പിന്നെ ഈ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഇപ്പൊ ഒരു ഭയങ്കര വേവാണ് ഈ ഇൻവിസിബിൾ അലൈനേഴ്സ് എന്ന് പറയുന്നത്. അതായത് എനിക്കൊന്ന് കോവിഡിന് ശേഷം ഭയങ്കര പെട്ടെന്ന് അത് നമ്മളുടെ ഇടയിലൊക്കെ. അതെ അതെ, അതിന് മെയിൻ റീസൺ കോവിഡ് വന്ന സമയത്ത് ഈ ക്ലിപ്പ് ഇട്ടേക്കുന്ന പല പേഷ്യൻസിനും അപ്പോയിൻമെന്റ്സ് മിസ്സായി. അപ്പൊ ക്ലിനിക്സ് ക്ലോസ് ചെയ്ത സമയം ഉണ്ടായി, അപ്പോയിൻമെന്റ്സിന് പോകാൻ പറ്റിയില്ല. അപ്പൊ ക്ലിപ്പ് ബ്രേക്ക് ആയാൽ പോലും ആ പല്ലുകൾക്ക് മൂവ്മെന്റ്സ് വരും. നമ്മൾ പ്ലാൻ ചെയ്യുന്ന അല്ലാത്ത അൺകൺട്രോൾഡ് മൂവ്മെന്റ്സിലോട്ട് പോവും, വിസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിലാണ് എല്ലാവർക്കും ഈ അലൈനേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസും. അലൈനേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ എല്ലാ മാസവും ഡോക്ടറിനെ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡോക്ടറെ കണ്ടില്ലെങ്കിൽ പോലും ട്രീറ്റ്മെൻറ്റ് ആസ് സച്ച് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പൊക്കോളും. അതുകൊണ്ടാണ് ആഫ്റ്റർ കോവിഡ് അലൈനേഴ്സ് ഇത്രയും ബൂം ആയത്. അതിന് മുന്നേ അപ്പോൾ ഉണ്ടായിരുന്നു ശരിക്കും അലൈനേഴ്സ് ഒരുപാട് നാൾ തൊട്ടേ ഉണ്ട്. ഇന്ത്യയിൽ ഏകദേശം അലൈനേഴ്സ് എനിക്ക് തോന്നുന്നു 2017 ഇൻവിസ്ലൈൻ എന്ന് പറയുന്ന കമ്പനി വന്നത്. അതിന് മുമ്പേ എത്രയോ വർഷങ്ങൾ മുമ്പേ ഇതുപോലെ ടൂത്ത് മൂവ്മെന്റ് അലൈനേഴ്സ് ഉണ്ട്. അത് ഇനീഷ്യൽ പ്രോസസ്സിങ് സ്റ്റേജ് ആയിരുന്നു. ആദ്യം നമുക്ക് ഇത്രയൊന്നും അഡ്വാൻസ്ഡ് അല്ല. മെല്ലെ 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 മൂവ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തി. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് സർജിക്കൽ കേസസ് ഒഴികെ മോസ്റ്റ് ഓഫ് ദി കേസസ് നമുക്ക് അലൈനേഴ്സിൽ ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലാനിങ് ആണ്. നമ്മൾ ചുമ്മാ അലൈനേഴ്സ് വെച്ചു എന്ന് വെച്ച് റിസൾട്ട് കിട്ടില്ല. എത്ര ഭംഗിയായിട്ട് പ്ലാൻ ചെയ്യുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്മൈല് വരും. രണ്ടാമത്തെ കാര്യം, അലൈനേഴ്സിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് വേണമെങ്കിൽ ഇത് പറയാം, പേഷ്യൻ്റ് കംപ്ലൈൻസ്. നമ്മൾ അലൈനേഴ്സ് തന്നു വിട്ട് അത് ബോക്സിൽ വെച്ചാൽ വർക്ക് ആവില്ല. പേഷ്യൻസും അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് വെച്ചാൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടുള്ളൂ. എന്നോട് ആദ്യം കൊണ്ടുപോയിട്ട് എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യമാണത്. ഞാൻ അതുകൊണ്ട് ഒരു പ്രോട്ടോകോൾ പോലെ എല്ലാ പേഷ്യൻസിനോടും പറയും, വീക്ക്ലി അലൈനേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് ഫോട്ടോസ് അയച്ചു തരാം. ഞാനത് പേഴ്സണലി ആണ് ഫോട്ടോസ് ചെക്ക് ചെയ്യുക, ആരെയും വെച്ചിട്ടില്ല. അതുപോലെ പ്ലാനിങ്ങും എൻ്റെ എല്ലാ കേസിൻ്റെയും പ്ലാനിങ് ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. അപ്പം എനിക്കറിയാൻ പറ്റും ഇതെങ്ങനെയാണ് പോവാന്ന്. അപ്പം ഒരു പേഷ്യൻ്റ് അലൈനേഴ്സ് ഒരു ആഴ്ച വെച്ചില്ലെങ്കിൽ നെക്സ്റ്റ് അലൈനേഴ്സിന് ഫിറ്റിംഗ് ഇഷ്യൂ വരും. അപ്പം അത് എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് എല്ലാവരോടും പറയും പേഴ്സണലി എനിക്ക് ഫോട്ടോസ് അയക്കണം, എന്നാലേ ഇനീഷ്യലി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എനിക്കത് ഈസിലി കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈ യൂഷ്വൽ ബ്രേസസ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണോ അലൈനേഴ്സ് വർക്ക് ചെയ്യുന്നത്? അതായത് അല്ല, ഇപ്പം ബ്രേസസ് ചെയ്യാത്ത എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ അലൈനേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? അങ്ങനെയില്ല. നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അലൈനേഴ്സും ബ്രേസസും രണ്ട് രീതിയിലാണ് വർക്ക് ആവുന്നത്. നമുക്കിപ്പോൾ കൊണ്ടുവരേണ്ട മൂവ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 80% വരെ ബ്രേസസിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും നമുക്ക് അലൈനേഴ്സിൽ കിട്ടും. ബട്ട് സ്റ്റിൽ നമുക്ക് ബ്രേസസ് ചെയ്യേണ്ട കേസസിൽ ബ്രേസസ് തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരികയാണ് സ്മൈൽ കറക്ഷന് വേണ്ടിയിട്ട്. അതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ, സ്മൈൽ കറക്ഷൻ എന്ന് പറയുന്നത് ഈ ബ്രേസസ് യൂസ് ചെയ്തിട്ടുള്ള പരിപാടികൾ തന്നെയാണ്? അങ്ങനെയല്ല, നമ്മൾ സ്മൈല് ബ്യൂട്ടിഫുൾ ആക്കാൻ ചെയ്യുന്ന എല്ലാം സ്മൈൽ കറക്ഷനാണ്. ഒരു സിമ്പിൾ നമ്മൾ പല്ല് പൊട്ടിയ കേസിൽ ഒരു കോമ്പോസ്റ്റ് വെച്ച സ്മൈൽ ഇംപ്രൂവ് ആക്കി കഴിഞ്ഞാൽ അത് സ്മൈൽ കറക്ഷനാണ്. ഇതെല്ലാം സ്മൈൽ ഇംപ്രൂവ് ആക്കാൻ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. വെനീസ്, കോമ്പോസിറ്റ്സ്, ക്രൗൺസ്, അലൈനേഴ്സ്, ബ്രേസസ്, എന്ത് ചെയ്താലും സ്മൈൽ എങ്ങനെ ഭംഗിയാക്കുന്നു അതെല്ലാം സ്മൈൽ കറക്ഷൻസിൽ വരും. ഞാൻ വിചാരിച്ചു അതിന് എന്തെങ്കിലും ഒരു പ്രത്യേക സർജറിയോ വിചാരിച്ചു. കാരണം മായാനദിയിലാന്ന് തോന്നുന്നു ടൊവിനോ ഐശ്വര്യ സ്മൈൽ കറക്ഷൻ അപ്പൊ ഞാൻ സർജറി ആണോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അത് എനിക്കൊന്ന് പൊതുവെ ആൾക്കാർ വിചാരിക്കുന്ന സ്മൈൽ കറക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തോ ഇങ്ങനെ പല്ലിൽ ഒട്ടിച്ച് വെക്കുന്നത് മാത്രമേ സ്മൈൽ കറക്ഷൻ. ഇപ്പൊ നമ്മൾ അലൈനേഴ്സ് വെച്ച് പല്ല് ഭംഗിയാകല ചിരി ഭംഗിയാക്കിയാലും അത് സ്മൈൽ കറക്ഷനാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു പേഷ്യൻ്റ് വന്നു വിത്തൗട്ട് എനി നോളജ് ആയിരിക്കും, ആള് ആരുടെയെങ്കിലും കേസസ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ചെയ്യും, നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഇതുപോലെ ശരിയാക്കാം അല്ലെങ്കിൽ ഇതുപോലെ എൻ്റെ ട്രീറ്റ് ചെയ്യാം, അങ്ങനെ എക്സ്പെക്ടേഷൻസിലായിരിക്കും വരുന്നത്. അപ്പം എങ്ങനെയാണ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി ഡോക്ടറിന്റെ? വേറെ നമുക്ക് അങ്ങനെ റാൻഡം ആയിട്ട് ഒരാൾക്ക് അലൈനേഴ്സ് ചുമ്മാ, ഇപ്പൊ ഒത്തിരി കമ്പനീസ് ഉണ്ടല്ലോ അലൈനേഴ്സിന്റെ തന്നെ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് 12 hour അലൈനേഴ്സ് ആണ്, ചിലത് 22 ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ആളുകൾ വിചാരിക്കാൻ എൻ്റെ ഇതിന് പറ്റിയത് കാണുമായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കും വരുന്നത്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പേഷ്യന്റ് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ നോക്കും. ഇപ്പൊ എല്ലാ പേഷ്യന്റ് വന്ന് എനിക്ക് അലൈനേഴ്സ് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല.
ആളുടെ കണ്ടീഷൻ, ആളുടെ ജോബ്, അല്ലെങ്കിൽ ആൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ചെയ്യാൻ പറ്റും, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക. ഇപ്പം നമ്മൾ ഒട്ടും അലൈനസ് വെക്കില്ല എന്ന് ഉറപ്പുള്ള ആൾക്ക് നമ്മൾ ഒരു കാരണവശാലും അലൈനസ് സജസ്റ്റ് ചെയ്യില്ല. ഒന്ന്, അലൈനസ് എക്സ്പെൻസീവ് കാറ്റഗറിയിൽ നിൽക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ആദ്യമേ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് ഓർത്തോ ക്ലിപ്പിൻ്റെ ഓപ്ഷൻസ് പോവാം. ഇപ്പോൾ ചില പേഷ്യൻസ് വന്നിട്ട് അലൈനർ ഓപ്ഷൻ ചൂസ് ചെയ്യും, പക്ഷേ അവരുടെ ജോബ് ഇപ്പോൾ അപർണ എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന ആളാണ്. അപ്പം നമ്മൾ 22 hours അലൈനസ് തന്നു കഴിഞ്ഞാൽ അപർണയ്ക്ക് ഇത് പറ്റില്ല. അപ്പം നമ്മൾ 12 hours അലൈനസ് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഡേ ടൈം ആണെങ്കിലും നൈറ്റ് ടൈം ആണെങ്കിലും 12 hours വെച്ചാൽ മതി. അത് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കറക്റ്റായിട്ട് പോയി സ്മൈൽ ഭംഗിയായിക്കോളും. അപ്പം പിന്നെ ചിലർ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാറുണ്ടോ? അതായത് ഇപ്പം അലൈനേഴ്സും ബ്രേസസും ചൂസ് ചെയ്യുന്നതിൽ, അതായത് ഇപ്പം ബ്രേസസ് കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചുകൂടി നമ്മുടെ പല്ല് കറക്റ്റ് നമ്മൾ കമ്പിയിടുന്നു, കറക്റ്റ് ഇപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോൾ ഡോക്ടറെ വന്ന് കാണുന്നു, ടൈറ്റ് ചെയ്യുന്നു, മാറ്റുന്നു. അപ്പൊ കുറച്ചുകൂടി ക്രൂക്കഡ് ആയിട്ടുള്ള പല്ലുകളൊക്കെ ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ടൈം ഡ്യൂറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നല്ലപോലെ പല്ലിന്റെ നിര തെറ്റിയിരിക്കുന്ന അവസ്ഥയിൽ ഒരു പേഷ്യന്റ് വരിക. അപ്പൊ നമ്മൾ ക്ലിപ്പ് ഓപ്ഷൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ കേസ് കംപ്ലീറ്റ് ചെയ്യാൻ 1 year എടുക്കും. ചിലപ്പോൾ അതേ കേസ് നമ്മൾ അലൈനേഴ്സിൽ 6 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിന്റെ വ്യത്യാസമാണ്. നമ്മൾ മാനുവലി കൊടുക്കുന്ന ഫോഴ്സ് പോലെയല്ല അലൈനേഴ്സിന്റെ ഒരു ഫോഴ്സ്. അതിങ്ങനെ സീരിയസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് എക്സ്പാൻഷൻ പ്രിൻസിപ്പിൾസ് വഴി പല്ലിന്റെ മൂവ്മെന്റ്സ് ഭംഗിയായിട്ട് വന്നോളും. നമ്മൾ നേരത്തെ പറഞ്ഞു എനിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് 12 hours ഉള്ള അലൈനേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. അതിന് വേറെ എന്തെങ്കിലും കൂടി റീസൺ ഉണ്ടോ? അതായത് ഈ 12 hours ചെയ്യാം, പിന്നെ മറ്റേ ഫുഡ് കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ, ഓർത്തോ എഫക്ട്സ് ആണല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം 12 hours യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇപ്പം ഡ്യൂറേഷൻ കൂടുമോ? അങ്ങനെ എന്തെങ്കിലും? ചില കേസസിൽ നമുക്ക് ഡ്യൂറേഷൻ കൂടും. ഇപ്പോൾ 22 hours വെക്കുമ്പോൾ നമ്മൾ അലൈനേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് പ്രിൻസിപ്പിളാണ്. നമ്മൾ ആദ്യം ആ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ പല്ലിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഒരു സൈഡിൽ ബോണ്ട് റീസോപ്ഷൻ സംഭവിക്കുന്നു, ഇനി ഒരു സൈഡിൽ ബോണ്ട് ഡെപ്പോസിഷൻ സംഭവിക്കുന്നു, പല്ല് മൂവ് ചെയ്യുന്നു. ഇതാണ് നോർമൽ പ്രിൻസിപ്പിൾ. അപ്പം നമ്മളത് 12 hours ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടെ സമയമെടുക്കും നീങ്ങി വരാനായിട്ട്. ചിലപ്പോൾ നമുക്കൊരു 4 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട കേസ് ആണെങ്കിൽ 6 months ഷിഫ്റ്റ് ചെയ്യും. അപ്പം അത് മിക്കപ്പോഴും പേഷ്യൻറ്റിന് ഓക്കെ ആയിരിക്കും. 4 മാസം 6 മാസം വലിയ വ്യത്യാസമായിട്ട് കാണില്ല. കാരണം ജോബാണ് അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഐ ടിക്കാർക്ക് എപ്പോഴും പ്രസൻറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ അലൈനേഴ്സ് വെച്ച് സംസാരിക്കാൻ ഡിസ്കംഫോർട്ട് ഇല്ലെങ്കിൽ പോലും ചില വാക്കുകൾ പറയുമ്പോൾ തിരിയാണ്ട് വരും. അപ്പം അത് പ്രസൻറ്റേഷൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് ഈ നൈറ്റ് ടൈം അലൈനേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്തായാലും ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ആണ്. അതെ അതെ. ടങ്ങിന്റെ മൂവ്മെന്റ്സിനെ കുറച്ചൊന്ന് അത് റിസ്ട്രിക്ട് ചെയ്യും. അപ്പൊ ചില വേർഡ്സിന് അത് ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യും. പക്ഷെ ക്യാമറയൊന്നും ഇല്ല, സംസാരിക്കാല്ലോ. നമുക്കൊരു റെഗുലർ ജോബ് ആണെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ലാന്നുണ്ടെങ്കിലും എസ്പെഷ്യലി കിഡ്സിന് ഇപ്പൊ നമുക്ക് അലൈനേഴ്സ് കിഡ്സിന് ഭയങ്കര ഒരു അഡ്വാൻറ്റേജാണ്. എനിക്ക് ആക്ച്വലി അഡൾട്ടിനെ ചെയ്യുന്നതിലും ഇഷ്ടം കിഡ്സിനെ ചെയ്യാനാണ്. അത് ട്രാൻസ്ഫോർമേഷൻ ഒരു 3 മാസമൊക്കെ കണ്ട് കംപ്ലീറ്റ് ഫേസ് ട്രാൻസ്ഫോം ആവും. ഞാൻ കണ്ടിട്ടുണ്ട് ഡോക്ടറുടെ പേജിൽ, ഞാൻ കുറേ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഗ്രോയിങ് സ്റ്റേജ് ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ജോ കറക്ഷൻസ് പോസിബിൾ ആണ്. അഡൾട്ട്സിന് വരുന്ന ചേഞ്ചിനെക്കാട്ടിയും ഭംഗിയായിട്ടാണ് കിഡ്സിന്റെ ചേഞ്ചസ് വരിക. കാരണം അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ്. ബോൺ അത്രയും ആ ഒരു കട്ടി ഫോം, അത് നമ്മൾ ഓസിഫിക്കേഷൻ എന്ന് പറയും. ഓസിഫിക്കേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. മോൾഡിങ് സ്റ്റേജാണ്. ഈസി ആയിട്ട് നമുക്ക് അലൈനേഴ്സ് വെച്ചത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് 3 മാസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചേഞ്ചസ് ആണ്. പേരൻസ് ഭയങ്കര ഹാപ്പിയാ ഈ ഒരു 3 മാസം കൊണ്ട് ഈ ഒരു ചേഞ്ചസ് വരാം. മിക്ക കുഞ്ഞുങ്ങളുടെയും കൺസേൺ എന്ന് വെച്ചാൽ സ്കൂളിൽ ബുള്ളിങ് ആണ്. നമ്മൾ കേട്ടാൽ വിശ്വസിക്കില്ല. ഇവൻ സ്കിൻ ടോൺ വെച്ച് ഇവരൊക്കെ കുഞ്ഞുങ്ങളെ കളിയാക്കാണ്. അപ്പം ഈ ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവരെല്ലാത്തിനും ഇങ്ങനെ പിന്നോട്ട് നിൽക്കും. അപ്പൊ എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടെങ്കിൽ അതിന് പോവില്ല, സംസാരിക്കില്ല, ചിരിക്കില്ല. അപ്പൊ ഇത്രയും ചെറിയൊരു കുട്ടിക്ക് എത്രയും ഒരു കോൺഫിഡൻസ് ഇഷ്യൂ വരുമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ്. അതെ അതെ. എനിക്ക് പണ്ട് പല്ല് ഇച്ചിരി പൊങ്ങിയിരുന്നപ്പോൾ തന്നെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിക്കൂ, പറയൂ, ചിരിക്കാതെ കളിയാക്കോ, അങ്ങനെ ഒരു കോൺഷ്യസ്. കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു കാസർഗോഡ് ഒരു പേഷ്യന്റ് വന്നിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞെന്ന് വെച്ചാൽ കുഞ്ഞിനെ സ്കൂളിൽ മാറ്റാൻ പോവാണ്, പിന്നെ പല്ല് പൊങ്ങിയിരിക്കുന്ന കാരണം കുഞ്ഞുങ്ങളെ കളിയാക്കാണ്, സംസാരിക്കുന്നില്ല. അപ്പൊ ഇത്രയും ഭീകരാവസ്ഥയിലാണ് എന്ന് പേരൻസ് പറയുമ്പോഴാണ് നമ്മൾ അറിയാം. അതെ അതെ, സത്യമായിട്ട്. കാരണം അവരുടെ മനസ്സിൽ കളങ്കമില്ല. അപ്പൊ ആരെങ്കിലും കളിയാക്കുമ്പോൾ പെട്ടെന്ന് അത് എഫക്ട് ചെയ്യും. സ്കൂളിൽ പോവാതിരിക്കുക എന്നൊക്കെ വരുമ്പോൾ പേരൻസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം. പക്ഷെ ഉണ്ടല്ലോ, ഭയങ്കര ഒരു മിത്താണെന്ന് തോന്നി. കുട്ടികൾക്ക് സാധാരണ ഈ 13 വയസ്സ് കഴിയാൻ അലൈനേഴ്സ് ഇടരുത്, ബ്രേസസ് ഇടരുത്, പല്ല് ശരിയാക്കരുത്. കാരണം ഞാൻ 13 വയസ്സിന് മുന്നേ ഈ ഇതുള്ളത് കൊണ്ട്
അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഡെന്റിസ്റ്റിനെ പോയി കാണിച്ചപ്പോൾ എന്നോട് കൈ അമർത്തി തിരുമ്മിയാ മതി. അത് ആക്ച്വലി ഒരു പരിധി വരെ അത് ശരിയാണ്. നമ്മൾ ആ ചെറിയ ഫോഴ്സസ് കൊടുക്കുമ്പോഴത്തേക്ക് ചെറിയ പല്ല് പൊങ്ങിയിരിക്കുന്നതൊക്കെ ശരിയാവും. പക്ഷെ അത് അത്രയും 13 വയസ്സിന് ശേഷം ആപ്ലിക്കബിൾ അല്ല. അലൈനേഴ്സ് ഇപ്പോഴാണ് വന്നത്. ഇതിനു മുമ്പ് നമുക്ക് കൺവെൻഷണൽ അപ്ലയൻസസ് ഉണ്ട്, അല്ലെങ്കിൽ മയോ ഫങ്ഷണൽ അപ്ലയൻസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് അപ്ലയൻസസ് ഉണ്ട്. അത് വെച്ചാലും നമുക്ക് ഈക്വൽ ജോ ഗ്രോത്തും കറക്ഷൻസും കിട്ടും. പക്ഷെ അതാരും വെക്കില്ല. അത് ഈ വെക്കാൻ അത്ര സുഖമില്ലാത്തൊരു അപ്ലയൻസാണ്. അത് വെച്ച് കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇത് എടുത്തു മാറ്റും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ അവിടെ നടക്കില്ല. അലൈനേഴ്സ് വന്നപ്പോഴത്തേക്ക് അത് ഈസിയായി, കുഞ്ഞുങ്ങൾക്കും കംഫർട്ടബിൾ ആണ്, ഈസിയാണ്, പെയിൻലെസ് ആണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻസ് ഈസി ആയിട്ട് സംഭവിക്കുകയും ചെയ്യും. അപ്പൊ ഈ റീസെന്റ് ആണല്ലേ ആ ഒരു ഇത് മാറി? കിഡ്സിന്റെ റീസെന്റ് ആണ്. ഇപ്പൊ പേരൻസും വരുന്നുണ്ട് ചോദിച്ചിട്ട്. നമ്മൾ തന്നെ കുട്ടികളുടെ ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോസ് കാണുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നത്. കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല. എല്ലാവരും ഈ 12 വയസ്സാവാൻ വെയിറ്റ് ചെയ്യാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഇൻഫർമേഷൻസ് കിട്ടുമ്പോഴത്തേക്ക് പേഷ്യൻസ് ചോദിച്ചു വരും. ഈ ഡോക്ടറിന്റെ പേജിൽ അലൈനേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും അധികം വീഡിയോസും ഡിസ്കഷനും ഒത്തിരി വ്യൂസ് വന്ന വീഡിയോസും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ TMJ ഇഷ്യൂസ്. പിന്നെ എനിക്കൊന്ന് ആ ഡോക്ടറിന്റെ പേജിൽ വന്നു കഴിഞ്ഞിട്ടാന്ന് തോന്നി ഞാൻ ഒത്തിരി ഇടത്ത് TMJ ഇഷ്യൂസ്. അപ്പൊ എന്താണ് TMJ ഇഷ്യൂ? അത് റിസോൾവ് ചെയ്യാനായിട്ട് ഡെന്റിസ്റ്റിന്റെ അല്ലെങ്കിൽ ഓർത്തോഡോണ്ടിസ്റ്റിന്റെ റോൾ എന്താണ്? TMJ നമുക്ക് ഈ ചെവിയുടെ താടിയലിൻ്റെ ഇടയിൽ ഒരു ചെറിയ ജോയിൻ്റ് ഉണ്ട്, ടെമ്പറോമാൻഡിബുലർ ജോയിൻ്റ് എന്ന് അതിന് പറയാം. അപ്പം അതിന് തേയ്മാനം വരുമോ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ TMJ ഇഷ്യൂസ് വരും. പണ്ടും ഈ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പല ആൾക്കാർക്ക് ഇത് TMJ കാരണമാണ് പ്രശ്നങ്ങൾ വരുന്നതെന്ന് അറിയില്ല. ഹെഡേക്സ് ആയിരിക്കും കോമൺ ആയിട്ട് വരിക, എപ്പോഴും ഹെഡേക്ക് ആയിരിക്കും. അപ്പം പല ആൾക്കാർക്കും മൈഗ്രെയിൻ ആണെന്ന് വിചാരിക്കും. TMJ ഇഷ്യൂസ്. അതുപോലെ ചെവിയുടെ ഉള്ളിൽ വേദന ഉണ്ടാവും, കണ്ണിനുള്ളിൽ വേദന ഉണ്ടാവും, ഭക്ഷണം കഴിക്കാൻ മൗത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, മൗത്ത് ഓപ്പണിങ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരും. ചില ആൾക്കാർ ലിക്വിഡ് ഫുഡ്സ് മാത്രം കഴിച്ചിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം മെയിൻലി ഇതുപോലെ ബൈറ്റ് ഇഷ്യൂസ് ആയിട്ടായിരിക്കും TMJ ട്രിഗർ ആവുക. അപ്പോൾ ഈ അലൈനേഴ്സ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ നമ്മൾ എപ്പോഴും പറയും ഈ പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തല്ല നമ്മൾ ബൈറ്റ് സെറ്റിൽ ചെയ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് TMJ ഇഷ്യൂസ് ട്രിഗർ ആവും. അപ്പോൾ ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ടല്ല ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മളെ ഒത്തിരി ദൂരെ നിന്നൊക്കെ ആൾക്കാർ വിളിച്ച് ചോദിക്കും നമുക്ക് ഇത് വന്നാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന്. ഇത് ഏകദേശം ഒരു 1.5 വർഷത്തെ ഒരു ലോങ് പ്രോസസ്സാണ്. ഒരാൾ ഒറ്റയ്ക്കല്ല, അത് ഞാൻ മാത്രമല്ല ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുക ഈ നമ്മളെ പല്ലിനകത്തുള്ള ബൈറ്റ് പ്ലേറ്റ് കൊടുക്കുക, ഓർത്തോട്ടിക് എന്ന് പറയും. ആ ബൈറ്റ് സ്റ്റെബിലൈസ് ചെയ്ത് ജോയിൻറ്റിൻ്റെ ലോഡ് കുറച്ച് കൊടുക്കുന്ന പ്രോസസ്സാണ്. ഒരു 6 മാസം കൊണ്ട് ജോയിൻറ്റ് സ്റ്റേബിൾ ആവും. അത് കഴിഞ്ഞ് മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് വീണ്ടും പല്ലിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കി കൊടുക്കേണ്ടി വരും. ഇത് ചില ആൾക്കാർക്ക് കമ്പിടാൻ വയ്യ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് ശരിയാക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രൗൺസ് പോലുള്ള പ്രോസസ്സസ് വെച്ച് ബൈറ്റ് സ്റ്റെബിലൈസ് ചെയ്യും. ഇതിൽ ചില ആൾക്കാരെ നമ്മൾ കൗൺസിലിങ്ങിന് പോലും വിടേണ്ടി വരും. ഒരു ഭയങ്കര ട്രോമാറ്റിക് ലൈഫാണ് ഈ TMJ പേഷ്യൻസിൻ്റെ. എന്താ റീസൺ എന്നറിയില്ല, എപ്പോഴും പെയിൻ ആയിരിക്കും. അവർക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കപ്പോൾ കൗൺസിലിങ്ങിന് വിടേണ്ടി വരും, ഫിസിയോതെറാപ്പിക്ക് വിടേണ്ടി വരും. ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യുന്നത്. കൗൺസിലിംഗ് ഒക്കെ ഒരുപാട് പേഷ്യൻസിന് നമുക്ക് ട്രോമയാവും കുറച്ച് കഴിയുമ്പോൾ. ഇത് ഭയങ്കര സങ്കടമാണ് ഇവർക്ക്. ഇവർ വിചാരിക്കുന്ന പെയിൻ ഈസ് നോർമലാണ്, എന്നും പെയിൻ ആയിരിക്കും. ഇനി ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ബെറ്റർ ആവുമെന്നോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റ് വന്നിട്ട് പറഞ്ഞു പണ്ട് ഈ ഫംഗ്ഷന് പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ തുറക്കാൻ പറ്റുന്നില്ല, അതായത് ലെസ് ദാൻ 2 ഫിംഗർ മൗത്ത് ഓപ്പണിങ്. അപ്പോൾ ഫുഡ് തരുമ്പോഴത്തേക്ക് ആരും കാണാണ്ട് ഇങ്ങനെ കർച്ചീഫിന് ഉള്ളിൽ ഇതിങ്ങനെ മറച്ച് വെച്ചിട്ട് ആരും കാണാണ്ട് കളയുന്നു. ആ അവസ്ഥയിലാണ് വരുന്നത്. അപ്പം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ആള് നന്നായിട്ട് വണ്ണം വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇപ്പം എനിക്ക് അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷം ഇത് കേൾക്കുമ്പോൾ. ഒരു ഡെന്റിസ്ട്രി എന്നൊരു പല്ല് ശരിയാക്കുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടി സന്തോഷമാണ് TMJ കറക്ഷൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ശരി, അത് ഇത്രയും മെന്റൽ ലെവൽ ഹാൻഡിൽ ചെയ്യുന്നത്. അതെ, കാരണം ഈ മൈഗ്രെയിനുള്ള എനിക്ക് തന്നെ ഈ വേദന സഹിച്ച് ഇപ്പൊ എനിക്കത് നോർമലായി തുടങ്ങി. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഞാൻ ഓർത്ത ശരിയാണ് ഇങ്ങനെ. ഇത് ചിലപ്പോൾ മൈഗ്രെയിൻ ആയിരിക്കില്ല. ഇപ്പം നമ്മുടെ ഫേഷ്യ പറയും, ഇപ്പം നമ്മൾക്ക് കുറേ സ്ട്രെസ് ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഗേൾസിൻ്റെ ഒരു പ്രശ്നമാണ്, നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇമോഷണലി ആണ് ഹാൻഡിൽ ചെയ്യുക. നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ഒക്കെ നമ്മളിങ്ങനെ സപ്രസ് ചെയ്യും. ആ സപ്രസ് ചെയ്യുന്ന കൂടുതൽ നമ്മളുടെ ഫേഷ്യാസ് എന്ന് പറയും. ഫേഷ്യൽ ഇത് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്ന പെയിൻ ആയിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതേ പേഷ്യൻസ് ഒരു
പെയിൻ ഇല്ലെങ്കിൽ പോലും ഇവർക്ക് തോന്നുന്ന ഒരു ലൂപ്പിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെല്ലെ ഒന്ന് ഫിസിയോതെറാപ്പി ചെയ്ത് ഒന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പകുതി പേഷ്യൻസിൻ്റെ അസുഖങ്ങൾ പോവും. ഇതൊന്നും മനസ്സിലാക്കാതെ ജീവിക്കുന്നതൊന്നും ഡോക്ടർ വേണ്ടി വന്നൊക്കെ ഇല്ല. പക്ഷെ ഡോക്ടറിൻ്റെ ഒരു ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ. അത് ഞാൻ ഇൻട്രപ്റ്റ് ചെയ്ത പോലെ ആയിപ്പോയി എന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ ഏറ്റവും മടിയെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഒരു ജഡ്ജ് ചെയ്യുമെന്നൊരു പേടിയാണ്. വാ തുറന്നല്ല ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പോയിട്ടുള്ള മിക്കവരുടെ അടുത്തും എനിക്ക് എന്തോ ഇങ്ങനെ നമുക്കൊരു ഇത് ബാഡ് സിഗ്നൽ കിട്ടിയാൽ നമുക്ക് പിന്നെ പോകാൻ പറ്റില്ല. പക്ഷെ ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ പറയും, ഞാൻ ചിക്കൻ ബിരിയാണി കേട്ടോ കഴിച്ചത് എന്നൊക്കെ പറഞ്ഞാലും ദർ ഇസ് നോ ജഡ്ജ്മെന്റ്. ശരിക്കും നമ്മുടെ ഡോക്ടേഴ്സ്, അത് ഡെന്റിസ്റ്റ് ആയിക്കോട്ടെ ഏത് ഡോക്ടേഴ്സ്, നമുക്ക് ജഡ്ജ്മെന്റ് പ്രതീക്ഷിച്ചല്ല നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അല്ല, നമ്മളും അങ്ങനെ അല്ലല്ലോ. നമ്മൾ വരുന്ന ആൾക്കാരുടെ കൺസേൺ നോക്കി അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരല്ലേ. പക്ഷെ നമുക്ക് എപ്പോഴും ഇങ്ങനെ കൺസേൺ കോൺഷ്യസ്നെസ് ആയിരിക്കുമല്ലോ. പക്ഷെ അപ്പൊ നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മളെ ഇതാക്കി കാണുമ്പോൾ നമുക്ക് പിന്നെയും ചെല്ലാനും നമുക്ക് ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനും അത് ഫോളോ ചെയ്യാനും തോന്നുന്നത് ഒരു ഭയങ്കര പ്രത്യേക കഴിവാണ്. അപ്പൊ ഇത് പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരാൾക്ക് TMJ ഇഷ്യൂ ഉണ്ടെന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒന്ന്, നമുക്ക് ക്ലിക്കിംഗ് പോലത്തെ സൗണ്ട്സ്, ഇപ്പം മൗത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ക്ലിക്കിംഗ് സൗണ്ട്സ് ഉണ്ടാവും. അപ്പം എല്ലാ ക്ലിക്കിങ്സിനും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ചില ക്ലിക്കിങ്സ് ഇപ്പോൾ ആദ്യം ഒരു 3 മാസം 4 മാസം ക്ലിക്കിംഗ് സൗണ്ട്സ് ആയിരിക്കും. പെട്ടെന്ന് ഒരു ദിവസം ഈ ക്ലിക്കിംഗ് പോയിട്ട് പേഷ്യൻ്റ് മൗത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. പെയിൻ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ചൂ ചെയ്യുന്ന സമയത്ത് പെയിൻ വരും. അല്ലെങ്കിൽ ജോ ലോക്ക് പറയും. ഈ കോട്ട് വരുന്ന സമയത്ത് ജോ ഓപ്പൺ ചെയ്തിട്ട് ലോക്കായി പോവാം, തിരിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് TMJയുടെ സിംറ്റംസ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹെഡ് ഏക്സ് വരും, ചെവിയുടെ അകത്ത് ഇങ്ങനെ ഇച്ചിങ് വരും, റിങ്ങിങ് സൗണ്ട്സ് വരും, എപ്പോഴും നെക്ക് പെയിനോ അല്ലെങ്കിൽ ഷോൾഡർ പെയിൻസ് വരും, നീ പെയിൻ വരും, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് പോലും വരും TMJ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. പറഞ്ഞു വരുന്നതൊക്കെ എനിക്കുണ്ടെന്ന് തോന്നുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള പോലെ ഉണ്ട്. എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ചില ആൾക്കാർ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടെന്ന് വെച്ചോ, ഞാൻ കോൺസ്റ്റന്റ്ലി എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ചൂയിങ്കം ചവയ്ക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ അഗ്രവേറ്റ് ചെയ്യും. ഇതൊന്നും ഇല്ല, നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുക, അപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നമാക്കാണ്ട് പോകും. പക്ഷെ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്തേ പറ്റും. ശരിക്കും ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ് വരും. ഇവിടെ ആണെങ്കിലും പൊതുവെ ആൻസൈറ്റി വരുമ്പോഴാണെങ്കിലും ഇപ്പൊ നമുക്ക് വിഷമം വരുമ്പോഴാണെങ്കിലും ഇവിടെ അല്ലേ ഷിവർ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ ചിന്തിച്ചു. പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് ആ പല്ലിന്റെ പാറ്റേൺ കാണുമ്പോൾ അറിയാൻ പറ്റും. ചിലർക്ക് TMJ ആയിരിക്കില്ല. ഇപ്പം 2 കണ്ടീഷൻസ് ഉണ്ട്. TMJ ഉണ്ട്, OMD ഉണ്ട്. OMD എന്ന് വെച്ചാൽ ഒക്ലൂസീവ് മാൻഡിബുലർ ഡിസോർഡേഴ്സ്. ചില പേഷ്യൻസിന് നൈറ്റ് ഗ്രൈൻഡിങ് ഉണ്ടാവും. അപ്പോൾ പേഷ്യൻ്റ് പോലും അറിയില്ല. ഇപ്പം നൈറ്റ് മുഴുവൻ ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി പല്ല് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ആ വന്ന് പേഷ്യൻ്റ് പാറ്റേൺ നോക്കുമ്പോൾ അറിയാൻ പറ്റും. പല്ല് മുഴുവൻ തേഞ്ഞ് പൊട്ടിപ്പോയിരിക്കും. അവരുടെ മസിൽസ് ഒക്കെ പിടിച്ച് നോക്കുമ്പോൾ ഭയങ്കര ടെൻഡറായിരിക്കും. ജസ്റ്റ് പിടിക്കുമ്പോഴേ പേഷ്യൻ്റ് ഇങ്ങനെ അയ്യോ എന്ന് പറയും, അത്രയും പെയിൻഫുൾ ആവും. അപ്പം നമ്മളവിടെ ന്യൂറോമസ്കുലർ റിലീസസ് ചെയ്ത് കൊടുക്കും. ചെയ്ത് കഴിയുമ്പോൾ പേഷ്യൻ്റ് ചിലപ്പോൾ 25 mm മൗത്ത് ഓപ്പണിംഗ് ആയിട്ടാണ് വരിക. അത് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒറ്റയടിക്ക് 30 ആവും. പെട്ടെന്ന് സഡൻ ചേഞ്ചസ് നമുക്ക് വരും. മനസ്സിലായി. പല റീസൺസിലാണ്. ഒരു മെജോറിറ്റി ഔട്ട് ഓഫ് 10 ഒരു 5 പേർക്കോ അല്ലെങ്കിൽ 6 പേർക്കോ ഈ നൈറ്റ് ഗ്രൈൻഡിങ് ഉണ്ടാവും. നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും പേഷ്യൻറ്റിന് മനസ്സിലാവുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ മൗത്ത് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ സ്റ്റിഫായിട്ട് മൗത്ത് ഇരിക്കുകയാണോ, അല്ലെങ്കിൽ എണീക്കുന്ന സമയത്ത് ജോ ലോക്കിംഗ് വരുമോ, ഇതൊക്കെ ചോദിക്കുന്ന സമയത്തായിരിക്കും ശരിയാ എനിക്കിങ്ങനെ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാവുക. അത് ശരിയാ. പക്ഷെ എനിക്കും മൗത്ത് ഗ്രൈൻഡിങ് ഉണ്ടെന്ന് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെത് അത്ര സിവിയർ അല്ലാന്ന് തോന്നുന്നു. പക്ഷെ പല്ല് ഭയങ്കര ഷാർപ്പായിട്ട് വരുന്നുണ്ട്. ആ ഗ്രൈൻഡിങ് ഉണ്ടെങ്കിലും നമുക്കിതുപോലെ നെക്ക് പെയിൻസും ഷോൾഡർ പെയിൻസും ഒക്കെ വരും. മനസ്സിലായി. അത് ഇത്രയും ഡീപ്പർ ലെവലിൽ നമ്മൾ ചിന്തിക്കത്തില്ലല്ലോ. പല്ല്, അതാണ് ഞാൻ അടുത്ത് പറയാൻ വന്നത്. ഗൈനക്കോളജിസ്റ്റ്, ഡെന്റിസ്റ്റ് ഇവരുടെ അടുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാ ചെല്ലുന്നത്. പക്ഷെ അതിലും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ചെക്കപ്പ് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാ പറയാം. അറ്റ്ലീസ്റ്റ് 6 months എങ്കിലും കൂടുമ്പോൾ ഡെന്റിസ്റ്റിനെ പോയിട്ട് എന്തെങ്കിലും കണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഇല്ലെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ കറക്റ്റ് ചെയ്യാമല്ലോ. അതെ, എന്തെങ്കിലും വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്കിപ്പോൾ ഈ വെറുതെ ഈ ഇപ്പൊ TMJ ഇഷ്യൂസ് ഉള്ളവർ വെറുതെ ഈ ബുദ്ധിമുട്ട് കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. മിക്കവരും വിചാരിച്ചിരിക്കുന്നത് ദിസ് ഇസ് നോർമൽ എന്നാണ്. നമുക്ക് ഏജ് ആയി, ഇത് ഈ പെയിൻ നോർമൽ ആണ്, ഇങ്ങനെ ജീവിച്ചു പോവാന്ന് മിക്ക ആൾക്കാരും വിചാരിക്കുക. ചില ആൾക്കാരും മറ്റേ
ഭയങ്കരമായിട്ട് ഇമോഷണലി ബേസ്റ്റ് ഔട്ട് ആവും. ഒന്ന് ഫ്രീ ആകുക, അല്ലെങ്കിൽ ഈ മസിൽസൊക്കെ ഒന്ന് ഫ്രീ ആയി പെയിൻ മാറുന്ന സിറ്റുവേഷനിൽ നമ്മളും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാണ്ട് നിൽക്കും. സത്യം. അല്ല, അത് ശരിക്കും ലൈഫ് ചേഞ്ചിങ് ആണ്. അതെ. അങ്ങനെ ഈ TMJ ഇഷ്യൂസ് ഇപ്പൊ ഈ പറഞ്ഞു കേട്ടപ്പോ, കാരണം അത് മെന്റലി എഫക്ട് ചെയ്യും. കാരണം ഈ മൈഗ്രെയിൻ ആണെങ്കിൽ ഞാൻ ഈ വേദന സഹിച്ചു കിടക്കുമ്പോൾ ഒരു ദിവസം അതൊന്ന് മാറി കിട്ടുമ്പോഴത്തേക്ക് അത് സത്യമായിട്ടും കരഞ്ഞില്ലെങ്കിലേ ഉള്ളൂ എന്നൊക്കെ. ഇപ്പൊ നമ്മള് റെഗുലർ ചെക്കപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു ബേസിക് ഹൈജീൻ പറഞ്ഞു തരാൻ പറ്റുമോ? അതായത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, കാരണം നമുക്ക് അതാണ് ഗൈഡൻസ് ഇല്ല. ഇന്റർനെറ്റിൽ പല കാര്യങ്ങളും കാണും. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പം എന്റെ പേജിൽ നിന്നോ ഡോക്ടറിന്റെ പേജിൽ നിന്നോ ഒത്തിരി കാര്യങ്ങളുടെ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് കേൾക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് വാലിഡ് ആയിട്ട് നമുക്ക് അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല. നോർമൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യുക, ഫ്ലോസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, പിന്നെ ഒരു മൗത്ത് വാഷ് യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ചെയ്താൽ മതി. പിന്നെ ഒരു 6 months കൂടുമ്പോൾ ഡെന്റിസ്റ്റിനെ പോയി, ക്യാവിറ്റീസ് ഒന്നും ഇല്ല. ഇതൊക്കെ എല്ലാവരും പറയും ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഡെന്റിസ്റ്റ് എക്സ്പെൻസീവ് ആണ്. ഇപ്പം നമ്മൾ നോർമൽ ഫില്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പെൻസീവ് അല്ല. അത് നിങ്ങൾ ഫില്ലിംഗ് കാണിക്കാണ്ട് 6 months വെച്ചത് RCT ആകുമ്പോൾ അത് എക്സ്പെൻസീവ് ആണ്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോവുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഡെന്റിസ്ട്രി എക്സ്പെൻസീവ് ആണ്, അപ്പം നമ്മൾ അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ പ്രശ്നം വന്ന് ആ പൈസ കൊടുക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ കണ്ടീഷൻ നോക്കി അത് സോർട്ട് ഔട്ട് ചെയ്യുന്നത്. അതെ. ഈ ഇലക്ട്രിക് ബ്രഷസും ഇപ്പോഴാ കുറച്ചും കൂടി ഒരു അത് എത്രത്തോളം സജസ്റ്റ് ചെയ്യും ഡോക്ടർ? നല്ലതാണ് ഇലക്ട്രിക് ബ്രഷ്. പല ആൾക്കാർക്കും ഒന്നും ബ്രഷ് ചെയ്യാൻ സമയമില്ല. നമുക്ക് ഈ 2 minutesലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് പോവാം. അപ്പൊ ആ സമയത്ത് ഇലക്ട്രിക് ബ്രഷ് ആണെങ്കിൽ നന്നായിട്ട് എല്ലാ ഏരിയയിലും അതിന് ആക്സസ് കിട്ടും. ആ ടൈം ഒട്ടും സമയമില്ലാത്തവർക്ക് ഇലക്ട്രിക് ബ്രഷസ് ഭയങ്കര നല്ല, എസ്പെഷ്യലി കിഡ്സിന്. പേരൻസിനോട് ചോദിക്കും, നമ്മൾ കിഡ്സ് വരുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾക്ക് അറിയില്ല, ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പം ഈ ഇലക്ട്രിക് ബ്രഷ് ഒക്കെ ആണെങ്കിൽ കിഡ്സിന് അത് ഈസി ആയിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ പറയും നിങ്ങൾ ഇത് മേടിച്ച് കൊടുക്കും, അല്ലെങ്കിൽ വാട്ടർ ഫ്ലോസ് ഒന്ന് ആരുടെങ്കിലും ഗൈഡൻസിൽ ഒന്ന് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഓറൽ ഹൈജീൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് ബ്രഷ് വാങ്ങിക്കണം. അല്ല, പല്ലിന് ഏറ്റവും കേടുള്ള ഭക്ഷണങ്ങൾ എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഭക്ഷണം? നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോള, അതുപോലത്തെ എല്ലാം പല്ലിന് ആക്ച്വലി ഹാംഫുൾ ആണ്. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉള്ള എല്ലാം കേടാണ്. പിന്നെ ബ്രഷ് ചെയ്യുക. ഇപ്പം കോള കുടിച്ചു കഴിഞ്ഞാൽ കഴുകാം, നമ്മൾ ആരും അത് ചെയ്യാറില്ല. അത് ആസിഡ് അല്ലേ, അത് പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്ത് പോകും. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ ഇൻവിസ്ലൈൻ്റെ കാര്യം പറഞ്ഞല്ലോ, 500 cases കംപ്ലീറ്റ് ആയിരുന്നത്. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ളൊരു കൊളാബറേഷൻ? ഞാൻ ആക്ച്വലി 2021 സർട്ടിഫിക്കേഷൻ എടുക്കുന്നത്. സർട്ടിഫിക്കേഷൻ എടുക്കുന്ന സമയത്ത് ഇത് ആരെങ്കിലും ചെയ്യുമോ? കാരണം ഇത് ഒരു പുതിയ കോൺസെപ്റ്റാണ്, നമുക്ക് അത്രയും അത് എല്ലാവർക്കും അറിഞ്ഞു വരുന്നില്ല. അന്ന് കൂടുതലും നമ്മൾ ഞാനാണെങ്കിലും ഓർത്തറായിട്ട് മെയിൻലി പൊക്കോണ്ടിരിക്കാം. ഒരു കേസ് ചെയ്ത് എനിക്കും എല്ലാവർക്കും ഇത് പുതിയ കോൺസെപ്റ്റാണ്. ഓക്കെ, നമ്മൾ കമ്പി ഇട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ക്ലിപ്പ് ഒട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതൊന്നും ഇല്ലാണ്ട് പ്ലാസ്റ്റിക് ട്രേസ് വന്ന് പല്ല് ശരിയാക്കാൻ പോവാണ്. അപ്പം ശരി, ഇപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇൻവിസ്ലൈൻ ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് അലൈനർ സിസ്റ്റം. അവരാണ് ഫസ്റ്റായിട്ട് കമ്പനി ലോഞ്ച് ചെയ്തത് അലൈനേഴ്സിനെ പറ്റിയിട്ട്. അപ്പോൾ അന്ന് സർട്ടിഫിക്കേഷൻ എടുത്തു, ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു എൻ്റെ ട്രാൻസ്ഫോർമേഷൻസ്. ഇപ്പം കമ്പി ഇടുന്നതിനെക്കാട്ടിയും ടൈം കുറവാണ്, അതിനെക്കാട്ടിയും ഒരു ക്ലിപ്പിടുന്ന സമയത്ത് 80% പെയിൻ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുമെങ്കിൽ അലൈനേഴ്സിൻ്റെ സമയത്ത് 10 to 20% ഉള്ളൂ, പല്ല് കേടാവുന്നില്ല. അപ്പം ഞാൻ ക്ലിപ്പിനെക്കാട്ടിയും അലൈനേഴ്സ് ആണ് മികച്ചതെന്ന് പറയല്ല, രണ്ടിൻ്റെതായ പ്ലസും മൈനസും ഉണ്ട്. ബട്ട് സ്റ്റിൽ അലൈനേഴ്സിൻ്റെ ആ ട്രാൻസ്ഫോർമേഷൻസും പേഷ്യൻസിൻ്റെ കംഫർട്ടും, ഇപ്പോൾ പേഷ്യൻ്റ് ദൂരെയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അലൈനേഴ്സ് കൊടുത്തു വിട്ടാൽ മതി. അതെ, ഈസി ആയിട്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. എസ്പെഷ്യലി നമുക്ക് UK എന്നൊക്കെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഈ പേഷ്യൻസ് ഒന്നും അവിടെ എക്സ്പെൻസീവാണ്, അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേ പേഷ്യൻസ് നാട്ടിൽ വന്ന് അലൈനേഴ്സ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് അവരുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് പല്ല് ശരിയാക്കുകയും ചെയ്യാം, എല്ലാ മാസവും ഡോക്ടറിനെ വന്ന് കാണേണ്ട ആവശ്യവും ഇല്ല. അപ്പം അത് സത്യമാണ്. എൻ്റെ അനിയത്തി പല്ലിൽ കമ്പിട്ടിരുന്ന സമയത്ത് കോളേജിൽ നിന്ന് വേറെ അടുത്താണ് പഠിക്കുന്നത്. കോളേജിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടോട്ട് വരണം, വരുന്ന അപ്പോയിൻമെന്റ് ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ കമ്പിടുന്ന സമയം കൂടും. അങ്ങനെ ഒരു ക്ലിപ്പ് പൊട്ടിയ പോലും ആ ഒരു സിംഗിൾ പല്ലിന്റെ അലൈൻമെന്റ് വ്യത്യാസം വരും. വീണ്ടും നമ്മളത് ശരിയാക്കി നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും.
അപ്പോഴാണ് ഈ ഒരു ഇൻവിസിലൈൻ സിസ്റ്റത്തിലോട്ട് ഞാൻ വന്നതും ഇത്രയും കേസ് ചെയ്തപ്പം ഈ 500 കേസും 500 ഡിഫറെൻറ്റ് കേസസാണ്. ഈ 500 പേഷ്യൻസിനെയും ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടി അതിൻ്റെ പ്ലാൻ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇനിയും ആക്ച്വലി ഓക്കെ കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നമുക്കിപ്പോൾ കേസസ് കാണുമ്പോൾ മനസ്സിലാവും ഈ കേസിന് ഇതാണ് ബെസ്റ്റ്, ഈ കേസിന് ഇതാണ് ബെസ്റ്റ്, ഈ കേസ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടാന്ന്. അപ്പം 500 കേസ് ചെയ്തു എന്ന് പറയുന്നതിനെക്കാട്ടിയും 500 എക്സ്പീരിയൻസസ് കിട്ടിയെന്ന് പറയുന്നതാണ് അതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് സത്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെലിബ്രിറ്റി ഡെന്റിസ്റ്റും കൂടിയാണ് എന്നുള്ളത്. ഈ സെലിബ്രിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അപ്പിയറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം സെലിബ്രിറ്റി കേസസ് വരുമ്പോൾ എങ്ങനെയാണ് അതിൽ എക്സ്ട്രാ ടെൻഷൻസ് ഉണ്ടോ? ടെൻഷൻ എല്ലാ കേസിലും നമുക്ക് ഒരു കൈൻഡ് ഓഫ് ടെൻഷൻ ഉണ്ട്. അപ്പം നമ്മൾ മാത്രം ഇപ്പോൾ എസ്പെഷ്യലി അലൈനേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ മാത്രമല്ല, ഇപ്പോൾ പേഷ്യൻറ്റും കൂടി അതിൽ കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ അതിന് ആ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. എല്ലാ കേസും ഞാൻ ആക്ച്വലി സെലിബ്രിറ്റി കേസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് ആ ഒരു ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചില പേഷ്യൻസൊക്കെ ഔട്ട് ഓഫ് ട്രാക്കിംഗ് പോയാലും ഞാൻ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ആ ഡോക്ടറെ ഞാൻ ഇനി തൊട്ട് ഇട്ടോളാം എന്ന് പറയും. അപ്പം ചുമ്മാ നമ്മൾ പൈസ വാങ്ങി വെക്കുമല്ലോ, ഈ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോഴാണ് ആസ് എ ഡോക്ടർ എനിക്ക് സന്തോഷം. അപ്പോൾ ആ പേരൻറ്റിനും ആ ചെയ്തതിനൊരു റിസൾട്ട് കിട്ടുമ്പോഴാണല്ലോ സന്തോഷം വരിക. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വരും റെഫറൽ പേഷ്യൻസാണ്. ഒരാളെ ചെയ്തു ചിലപ്പോൾ ആ ഫാമിലിയിലുള്ള എല്ലാവരും ആ റിസൾട്ട് കണ്ടിട്ട് വരും. നമ്മൾ ഒരു കേസിൽ കോംപ്രമൈസ് ചെയ്ത് വിട്ടാൽ അതിൻ്റെ നമുക്ക് തന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് വരും. അപ്പം അതുകൊണ്ട് എല്ലാ കേസിലും അതേ ഇമ്പോർട്ടൻസ് കൊടുത്താണ് പ്ലാനിങ്ങും ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അല്ല, അത് ഞാൻ എടുത്തു ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ സെലിബ്രിറ്റി കേസസിൽ നമുക്ക് എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് വരും. കാരണം അവരെപ്പോഴും ഈ ക്യാമറ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പം കണ്ടുകൊണ്ട് നിൽക്കുക ഈ ട്രാൻസ്ഫർമേഷൻസ്. ചെറുതായിട്ട് ഒരു പല്ലിലൊരു വേരിയേഷൻ വന്നാൽ പോലും ആൾക്കാരത് ശ്രദ്ധിക്കും. നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കും, ഒരു മിസ്റ്റേക്സും വരരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ചെയ്തതിൽ എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കുക. ബഷീർ അബ്ബാസിയുടെ മോളുടെ ഒരു കേസാണ്. കുഞ്ഞിൻ്റെ ആ മോള് എനിക്ക് തോന്നുന്നു ഇല്ല 12 ഇയേഴ്സിൽ എന്താണ് കുട്ടി ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. അപ്പോൾ ആളുടെ കംപ്ലീറ്റ് ആയ ശേഷം ഇപ്പോഴും ഒരു 2.5 ഇയേഴ്സ് ബാക്കാണ് ആ ആളുടെ കംപ്ലീറ്റ് ശരിയാക്കിയത്. ഇപ്പോഴും ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും ബഷീർ അബ്ബാസിയുടെ മോളെ ചെയ്ത ഡോക്ടറല്ലേ എന്നാ ചോദിക്കുക. ഓ, അത് കൊള്ളാം. അത് ആണല്ലോ അല്ലേ. ഞാനിപ്പോഴും വിചാരിക്കും എത്ര വരെ ചെയ്തു, എന്നാലും സ്റ്റിൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു ടേമിലാണ്. നമ്മള് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുമ്പോൾ അതും ഭയങ്കര നോട്ടീസ് ചെയ്യും. പിന്നെ അവളുടെ ഗ്രോയിങ് സ്റ്റേജും ആയിരുന്നു. അതെ, ശരിയാ. പിന്നെ അവര് ഫാമിലി മൊത്തം ലൈം ലൈറ്റ് അത് നിൽക്കുന്നവരാണ്. കുഞ്ഞുങ്ങളെ വിട്ട് എല്ലാവരും ക്യാമറ നിൽക്കും, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അതെ. ഈ ഡോക്ടറിന്റെ സംസാരം കേൾക്കുമ്പോൾ വളരെയധികം ഈ ഓർത്തോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ ഡെന്റിസ്ട്രി അത് ആ ഒരു ഫീൽഡിലോട്ട്, ഡെന്റിസ്ട്രി എന്നല്ലേ ഫീൽഡിലോട്ട് ഭയങ്കര പാഷൻ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്ന് ഞാൻ ഉത്തരം തന്നു കഴിഞ്ഞു. അതെന്ന് വെച്ചാൽ ഡെന്റിസ്ട്രി ഇപ്പം എല്ലാ BDS ആൾക്കാരെ പോലും നമുക്ക് BDS പഠിക്കുന്ന സമയത്ത് വലിയൊരു ക്ലാരിറ്റി ഒന്നുമില്ല. ബട്ട് ഫൈനൽ ഇയർ ആയ സമയത്ത് ഓർത്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാനൊരു 1 ഇയർ ഓർത്തോയ്ക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് ഓർത്തോയ്ക്ക് വേണ്ടി എക്സാം എഴുതി ഓർത്തഡോണ്ടിക്സ് ആയിട്ട് മാറിയ ആളാണ്. അപ്പം ഞാൻ അത്രയും പാഷനേറ്റ് ആയിട്ടാണ് പഠിച്ചതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. കേസസ് ഇപ്പോൾ അലൈനേഴ്സ് ആണോ ബ്രേസസ് ആണോ ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ബ്രേസസ് ചെയ്യാനാണ് ഇഷ്ടം. കാരണം നമ്മൾ തന്നെ മാനുവലി ഇരുന്ന് ചെയ്ത് അതിൻ്റെ ട്രാൻസ്ഫർമേഷൻസ് എത്തിക്കുകയാണ്. ബട്ട് ഇപ്പോൾ പേഷ്യൻ്റ് ആസ്പെക്റ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ആർക്കും ബ്രേസസ് വേണ്ട, എല്ലാവരും അലൈനേഴ്സ് മതി എന്ന് പറഞ്ഞ് ചോദിച്ചു വരും. പക്ഷേ നമുക്ക് ആ ബ്രേസസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അലൈനേഴ്സിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കേസസ് പ്ലാൻ ചെയ്യാനും അതിൻ്റെ മൂവ്മെൻറ്റ്സ് കൊടുക്കാനൊക്കെ. ഇപ്പോൾ അലൈനേഴ്സിനകത്ത് എന്തെങ്കിലും ഒരു ഓഫ് ട്രാക്കിംഗ് വന്നാലും നമുക്ക് ഈ ബ്രേസസിൻ്റെ ഒരു സ്കില്ല് വെച്ച് നമുക്കത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുണ്ട്. അല്ല, ഈ മറ്റേ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ടോ മറ്റേ അപ്പുക്കുട്ടനോട് നീ ഡെന്റിസ്റ്റ് എല്ലാവരും ഡെന്റിസ്റ്റ് ഒരു കളിയാക്കുന്ന ഒരു ഇതാണ്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പൊ വിഷമം വരാറുണ്ടോ? ഇപ്പൊ ഇല്ല, നമ്മൾ ആ പഠിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളല്ലോ. വൺസ് നമ്മൾ ആ പ്രൊഫഷൻ മാറി ഇപ്പൊ ആയി എല്ലാരും ചോദിക്കുന്ന പല്ല് പറിക്കാൻ പഠിച്ചു. അപ്പൊ ഞാൻ പല്ല് പറിക്കാറില്ല, ഇപ്പൊ പല്ല് ശരിയാക്കാറേ ഉള്ളൂ. ഒരു തരം ഇപ്പം എന്താ പറയുക, ഒരു എസ്തെറ്റീഷ്യൻസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് അലൈനേഴ്സ് വരുമ്പോൾ നമ്മളുടെ ഈ പോർഷൻ, ഞാൻ ഈ പോർഷൻ ഒക്കെ നന്നായിട്ട് മാറി അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ജോയുടെ അലൈൻമെന്റ്സ് ഒക്കെ മൊത്തം മാറുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ കുറച്ചും കൂടി ഡെവലപ്പ് ആവും. അത്
നമ്മൾ അലൈനേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു അഡൾട്ട് പേഷ്യൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സ്കെൽറ്റൽ കറക്ഷൻസ് അത്രയും കിട്ടില്ല. അലൈനേഴ്സ് അത്രയും നല്ല നമുക്ക് തീരെ കിട്ടില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ക്യാമോഫ്ലേജിങ് ആണ് ചെയ്യുക. പല്ലുകൾ വെച്ചിട്ട് നമുക്ക് ആ ഫേസിനനുസരിച്ച് നമ്മളത് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുക. കിഡ്സ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ സ്കെൽറ്റൽ അഡ്വാൻസ്മെന്റ് പറ്റും. എസ്പെഷ്യലി ബോയ്സ് വന്നിട്ട് മറ്റേ ഇപ്പോൾ ആപ്പിൾ കട്ട് ചെയ്യാൻ പറ്റുന്ന ജോ 7 വയസ്സുള്ള കുട്ടിയൊക്കെ വന്നിട്ട് ഡോക്ടർ എനിക്ക് മറ്റേ ഷാർപ്പ് ജോ ലൈൻ വേണം എന്നാ പറയാ. അത് ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? ചിൻ ആക്ച്വലി ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് അഡ്വാൻസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഗ്രോയിങ് സ്റ്റേജ് അല്ലേ, അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ആ ഫോഴ്സ് ആ ഡയറക്ഷനിൽ കൊടുത്താൽ മതി. അടിപൊളി. അത് കേട്ടിട്ട് ഇനി ആരും നാളെ ജോലി 7 വയസ്സായ പിള്ളേരെല്ലാം കൂടെ പറയാൻ പറ്റില്ല. മറ്റേ ഷാർപ്പ് ജോ ട്രെൻഡിങ്. ഈ പണ്ടൊരു ആക്ട്രസ് പുള്ളിക്കാരി മറ്റേ ലക്കി ഭാസ്കർ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ മീനാക്ഷി ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരി ഡെന്റിസ്റ്റാണ്. അപ്പൊ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂല് പറയുന്ന കേട്ടിട്ടുണ്ട്, ആരെ കണ്ടാലും ആദ്യം നോക്കുന്ന പല്ലിലോട്ടാണ്, എങ്ങനെ അവര് ബ്രഷ് ചെയ്യുന്ന പാറ്റേൺ നോക്കും, പല്ല് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയാണോ? പാറ്റേൺ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ ആരെ കണ്ടാലും നമ്മൾ കണ്ണി നോക്കി സംസാരിക്കുന്ന പറയാം. പക്ഷെ ഡെന്റിസ്റ്റുകൾക്ക് അത് പറ്റില്ല, ആദ്യം പോവാ പല്ലിലോട്ടാണ്. നമ്മൾ ആളെ കാണുമ്പോൾ ചിലപ്പോൾ ഡ്രസ്സിങ് പോലും സംസാരിക്കില്ല. ഇപ്പൊ നമ്മളെ മിഡ് ലൈൻ ടെസ്റ്റിങ്ങോ ഓക്കെ സ്പേസിങ് ഇങ്ങനെ ആരോട്ട് മാർക്ക് ചെയ്താ പോവാ. അത് ശരിയല്ല, പക്ഷെ നമ്മൾ അങ്ങനെ ട്രെയിൻഡ് ആയിപ്പോയി. അതെ, ഇത്രയും കേസസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആദ്യം കാണുന്നുണ്ട്. ആള് വന്നിരിക്കുമ്പോഴേ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്തായിരിക്കും പറയാൻ പോവാന്നുള്ളത്. ഡോക്ടർ ഭയങ്കര നോളജബിൾ ആണ്. അത് ഇത്ര കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഞാൻ കോൺസ്റ്റൻ്റ്ലി പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഇപ്പം ഞാൻ ആക്ച്വലി ഫെലോഷിപ്പ് ചെയ്യുകയാണ്, TMJ തന്നെ ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തിരുന്നാലേ നമുക്ക് ഇപ്പോൾ ഒരു കേസ് ഇപ്പോൾ ഒരു 10 കേസ് ചെയ്താലും 10 കേസും ഡിഫറെൻറ്റാണ്. ഇപ്പോൾ 9 പേഷ്യൻറ്റിന് പെയിൻ മാറും. ചിലപ്പോൾ ഔട്ട് ഓഫ് 9 അല്ലെങ്കിൽ 10 ഒരു പേഷ്യൻ്റ് നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പം കുറെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതുള്ള അലൈനേഴ്സിന്റെ ഒരു വേവ് വന്നത്, അതുപോലെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ മാറ്റം വരാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ടോ? മാറ്റം ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ട്രീറ്റ്മെന്റ്സിലോ ഇപ്പൊ TMJ ഇഷ്യൂസിലോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്നത് TMJ ഇഷ്യൂസ് ഉള്ള കുറേ പേഷ്യൻസ് വരും എന്നാ തോന്നുന്നു. കാരണം ഇപ്പം നമുക്ക് ഡെയിലി ഒരു more than 10 പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പം പലരോടും ചോദിക്കുമ്പോൾ മെയിൻ റീസൺ അവർ പണ്ട് ഇതുപോലെ ഓൺലൈനിൽ കണ്ട് അലൈനർ ചെയ്തു, അങ്ങനൊരു ഇതുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി അലൈനേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ വഴി അലൈനേഴ്സ് ചെയ്യുക ഉണ്ട്. അപ്പം ആ ഒരു ഔട്ട് ഓഫ് 10 എടുത്താൽ 8 പേർക്കും ഈ ഒരു ഹിസ്റ്ററി ഉണ്ടാവും. പല്ല് നോക്കുമ്പോഴത്തേക്ക് പകുതി ചെയ്തിട്ടുണ്ടാവും, പകുതി ശരിയായിട്ടുണ്ടാവില്ല. മെയിൻലി TMJ ഇഷ്യൂസ് ട്രിഗർ ആവാൻ ഒരു റീസൺ ഈ പല്ലിൻ്റെ അലൈൻമെൻറ്റ് ശരിയല്ലാത്തതും ബൈറ്റ് ശരിയല്ലാത്തതുമാണ്. അപ്പം എല്ലാവരും പറയുന്നത് പോലെ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി കമ്പനികളുമായി ടൈപ്പായി അലൈനേഴ്സ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ഓർത്തോഡോണ്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ അലൈനേഴ്സിനകത്ത് നോളജ് ഉള്ളൊരു ഡെന്റിസ്റ്റ് എന്തായാലും വേണം ഇത് ഗൈഡ് ചെയ്ത് ഫിനിഷ് ചെയ്യാനായിട്ട്. ബൈറ്റ് സെറ്റിൽ ആയിട്ടില്ലെങ്കിൽ പേഷ്യൻ്റ് എന്തായാലും ജോയിൻറ്റ് ഇഷ്യൂസ് വരും. അപ്പം ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് വന്നിട്ട് ഞങ്ങൾക്ക് അലൈനേഴ്സ് വേണ്ടാന്ന് പറയുന്നുണ്ട്. അത് ഈ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാണ്ട് നിൽക്കുമ്പോഴത്തേക്ക് പേഷ്യൻ്റ് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല, ബൈറ്റ് മൊത്തം മോശമാവുകയും ചെയ്യും. ഇതിൽ പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അലൈനേഴ്സ് ആണെങ്കിലും റിസൾട്ട് കിട്ടില്ല. ഈ മറ്റ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിനും ഡോക്ടറിന്റെ കയ്യിലായിരിക്കും മൊത്തത്തിലുള്ള കാര്യങ്ങൾ. പക്ഷെ ഡെന്റിസ്ട്രി വരുമ്പോഴത്തേക്കിനും പേഷ്യന്റും കൂടി, പ്രത്യേകിച്ച് അലൈനേഴ്സ്, ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ഇപ്പോൾ ലാബ് വർക്കിൽ ലാബ് ഗ്രൗണ്ട് ചെയ്യാണ്, നമ്മളത് പ്രിപ്പയർ ചെയ്ത് ലാബിൽ കൊടുത്ത് ലാബിൽ നിന്ന് വരുന്ന വർക്ക് ഫിക്സ് ചെയ്താൽ മതി. അലൈനേഴ്സ് അങ്ങനെ അല്ല. നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ അപർണയ്ക്ക് 25 സെറ്റ്സ് ഓഫ് അലൈനേഴ്സ് ഉണ്ട്. ഈ 25ഉം അപർണ വെച്ചാൽ റിസൾട്ട് കിട്ടും. ഞാൻ ചെയ്തു അല്ലെങ്കിൽ ഞാൻ തന്നു എന്ന് വെച്ചാൽ പല്ല് മൂവ് ചെയ്യില്ല. അതാണ് അലൈനേഴ്സിന്റെ ഡ്രോബാക്ക്. അതുപോലെ തന്നെ ഇവിടെ ഒരു സംഭവം ചെയ്തില്ലേ നമ്മൾ, അത് എങ്ങനെയാണ് എൻ്റെ ഫേസിന് ഡിഫറൻസ്? ഫേസിനെക്കാട്ടിയും നമുക്ക് ആ ഒരു പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അത് നമ്മൾ ഹൈഫ്രീനൽ അറ്റാച്ച്മെന്റ് എന്നാ പറയാ. നമ്മൾ സംസാരിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ അതിനൊരു വലിവ് വരും. അത് വലിയുന്ന സമയത്ത് പല്ലുകൾ അകന്നു പോകും. അപ്പൊ നമ്മൾ അലൈനേഴ്സ് വെച്ചാൽ ഗ്യാപ്പ് ക്ലോസ് ചെയ്താലും അതവിടെ നിന്ന് കഴിഞ്ഞാലും അലൈനറിന്റെ ഫോഴ്സ് മാറുമ്പോഴത്തേക്ക് വീണ്ടും പല്ലുകൾ അകന്നു വരും. അതുകൊണ്ട് നമ്മൾ എല്ലാ പേഷ്യൻസിനും ചെക്ക് ചെയ്യും. ഹൈ ഫ്രീനൽ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇൻ ബിറ്റ്വീൻ ലേസർ ചെയ്ത് മാറ്റും. അതെന്തായാലും ഇവിടുത്തെ ഒരു ഗ്യാപ്പ് മാറാൻ ഹെൽപ്ഫുൾ ആയി. അതാ പിന്നെ തിരിച്ചു വരാതിരിക്കും. മിക്കവരുടെ ഇഷ്യൂ അതാ, ഗ്യാപ്പ് മാറി പിന്നെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കഴിയുമ്പോൾ വീണ്ടും ഗ്യാപ്പ് വന്നു. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഈ ഒരു
ഗം ഇങ്ങനെ തിക്കായി നിൽക്കുന്നുണ്ടാവും. അത് റിമൂവ് ചെയ്ത് മാറ്റുമ്പോഴത്തേക്ക് അത് സ്റ്റേബിളായി നിന്നോളും. അത് മാറ്റുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ചെറിയ ഒരു ദിസ് ഓർ ദാറ്റ് സാധനം ചെയ്യാം. കാരണം നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിച്ചല്ലേ വെച്ചിട്ട്. ഓക്കെ, ഇത് ദിസ് ഓർ ദാറ്റ് ആണ്. ചൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാന്ന് പറയാം, അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ട് അത് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് പറയാം. മനസ്സിലായില്ല. ഭയങ്കര സിമ്പിൾ. ദിസ് ഓർ ദാറ്റ് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയാ, രണ്ടുമുണ്ട് അല്ലെങ്കിൽ രണ്ടുമില്ല, അങ്ങനെയാണെങ്കിൽ എന്താ കാര്യം എന്ന് പറയാം. റാപ്പിഡ് ഫയർ അല്ല, നമുക്ക് സംസാരിച്ച് തന്നെ പോകാം. മനസ്സിലായോ? ബ്രേസസ് ഓർ അലൈനേഴ്സ്? ഇതിൽ ആക്ച്വലി രണ്ടും ഉണ്ട്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ബ്രേസസ് ഉള്ള കേസസിൽ ബ്രേസസ് ചെയ്തേ പറ്റൂ. അലൈനേഴ്സ് ആപ്റ്റ് ആയിട്ടുള്ള കേസസിൽ നമുക്ക് അലൈനേഴ്സ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇത് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറയാം എന്നുള്ളത്. ഇത് ദിസ് ഓർ ദാറ്റ് അല്ല, ഒരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള പേഷ്യൻസിന് വരുന്നൊരു മിത്ത്, അത് ഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് പേഷ്യൻസിന്റെ ഇടയിൽ കാണുന്ന ഒരു മിത്ത്. മെയിൻലി പേഷ്യൻ്റ് ചോദിക്കുന്നത് ഈ സ്മൈൽ കറക്ഷനാണ്. ഡോക്ടറെ, നമുക്ക് സ്മൈൽ കറക്ഷൻ എന്നുള്ള വാക്ക് എല്ലാവരും ഉപയോഗിക്കുക. സ്മൈൽ കറക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോവാ? നമ്മൾ അലൈനേഴ്സ് കൊടുത്ത് പല്ലൊക്കെ ശരിയായാലും പേഷ്യൻ്റ് ചോദിക്കും, ഇനി നമ്മൾ സ്മൈൽ കറക്ഷൻ അപ്ലൈ ചെയ്യുക, അങ്ങനെയാണ് ചോദിക്കുക. അപ്പം പേഷ്യൻസിനോട് പറയാനുള്ളത്, സ്മൈൽ കറക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പല്ല് അല്ലെങ്കിൽ ചിരി ഭംഗിയാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാം സ്മൈൽ കറക്ഷനാണ്. ഓക്കെ, കോഫി ഓർ ടീ വിത്ത് അലൈനേഴ്സ്? രണ്ടും പറ്റില്ല, വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റൂ. എനിക്കത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്റ്റെയിൻസ് വരും. നമ്മൾ എല്ലാവരും പറയും ഒരു കാരണവശാലും ചായ, കാപ്പി അല്ലെങ്കിൽ ജ്യൂസ് അലൈനേഴ്സ് വെച്ച് കഴിക്കരുത്. ഒന്ന് അതിനകത്ത് ഈ ലിക്വിഡ്സ് അക്യുമുലേറ്റ് ആവും, ടൂത്ത് ഡാമേജ് ആവും. രണ്ടാമത്തെ റീസൺ അലൈനേഴ്സ് സ്റ്റെയിൻസ് പിടിക്കും. എനിക്കറിയാമായിരുന്നു മണ്ടത്തരാണ്, പക്ഷെ ചോദിക്കാതെ പറ്റില്ലല്ലോ. ഓക്കെ, പെർഫെക്റ്റ് സ്മൈൽ ഓർ പെർഫെക്റ്റ് ബൈറ്റ്? പെർഫെക്റ്റ് ബൈറ്റ്. ഓ, ഞാൻ വിചാരിച്ചു ഡോക്ടർ ബൈറ്റ് പറയണേ എന്ന്. എന്തുകൊണ്ടാ അങ്ങനെ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാ വരുന്നത്? സ്മൈൽ എപ്പോഴും നമ്മൾ എസ്തെറ്റിക്കലി ഭംഗിയുണ്ടെന്ന് പറയും. ഈ ഫ്രണ്ട് മാത്രം നമ്മൾ പറയില്ലേ, ബേസ്മെന്റ് ശരിയാവാണ്ട് എത്ര ഭംഗി ഉണ്ടെങ്കിലും അത് കൊളാപ്സ് ചെയ്ത് വീഴുന്നു. അതുപോലെ തന്നെയാണ് ബൈറ്റാണ് നമ്മളുടെ ഫങ്ഷൻ മാനേജ് ചെയ്യുന്നത്. ഫങ്ഷൻ ശരിയല്ല, ഭംഗി മാത്രം ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിന് അത് യൂസ്ലെസ് ആയി പോകും. ഈ പറയുന്ന പോലെ TMJ ഇഷ്യൂസ് വരും. പേഷ്യൻറ്റിന് ഒട്ടും ഒരു സ്റ്റെബിലിറ്റി കിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, TMJ പെയിൻ വരും, മൈഗ്രെയിൻസ് വരും, ഹെഡേക്ക് വരും. അപ്പം നമ്മൾ ചെയ്തത് വേസ്റ്റ് ആയി പോകും. അപ്പം നമ്മളടുത്ത് തന്നെ സ്മൈൽ കറക്ഷൻ വന്നാലും പേഷ്യൻറ്റിന് ജോയിൻറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആദ്യം ജോയിൻറ്റ് സ്റ്റെബിലൈസ് ചെയ്ത ശേഷമേ നമ്മൾ സ്മൈൽ കറക്ഷനോട്ട് പോവുള്ളൂ. ഈ സ്മൈല് നമുക്ക് പുറമെ പെർഫെക്റ്റ് ആയിട്ടുള്ളവരുടെ അലൈനേഴ്സോ ബ്രേസസോ ഇട്ട് ഈ ബൈറ്റ് ശരിയാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ശരിയാക്കാൻ പറ്റും? അങ്ങനെ ശരിയാക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ എന്താ ഇഷ്യൂ നോക്കും. ഇപ്പം പുറമേ ഭംഗിയുണ്ട്, ചില ആൾക്കാർക്ക് ക്രോസ് ബൈറ്റ് ഒക്കെ ഉണ്ടാവും, ഫ്രണ്ട് മാത്രം ഓക്കെ ആയിരിക്കും, ബാക്ക് നോക്കുമ്പോഴത്തേക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. അപ്പം നമുക്ക് അലൈനേഴ്സ് വെച്ച് ശരിയാക്കാൻ പറ്റും. ജോയിന്റ് ഇഷ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അലൈനേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഈ ക്രോസ് ബൈറ്റ് എന്താ? ക്രോസ് ബൈറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നോർമലി പല്ലിരിക്കുന്ന പൊസിഷനിൽ നിന്ന് മാറിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നതിനെ ക്രോസ് ബൈറ്റ് എന്ന് പറയാം. ഓക്കെ, ഒരു ഹാബിറ്റ് ദാറ്റ് ഡാമേജസ് ടീത്ത് ദ മോസ്റ്റ്? ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ ടീത്തിനെക്കാട്ടിയും ജോയിനെ പറയാം. ഇപ്പോൾ ചൂയിങ്കം എപ്പോഴും ചവച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ജോ സ്ട്രെയിൻ ഭയങ്കര കൂടുതലായിരിക്കും. അത് മെല്ലെ മസിൽ പെയിനിലോട്ടും പിന്നെ TMJയിലോട്ടും വരും. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഈ ഒത്തിരി കോൺസ്റ്റൻ്റ്ലി കോഫി കുടിച്ചുകൊണ്ടിരുന്ന സ്ട്രെയിനിങ് ഇഷ്യൂസ് വരും. പിന്നെ അല്ലെങ്കിൽ ആസിഡ് കണ്ടൻ്റ് ഉള്ള ഫുഡ്സ് കുറേ കഴിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഇഷ്യൂസ് വരും. ഇതൊക്കെയാണ് പ്രശ്നം. അതിൻ്റെ ചുയിങ്കം ഇത്രയും പ്രശ്നക്കാരനാണ്. ഓറൽ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം നല്ലതാണ് എന്ന് കരുതി ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? മൗത്ത് വാഷസ്. ഇപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ട്, മൗത്ത് വാഷസ് ഇങ്ങനെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് നോർമലി മൈൽഡ് ആയിട്ടുള്ള മൗത്ത് വാഷസ് യൂസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമില്ല. അതല്ലാണ്ട് ക്ലോറോക്സിഡിനൊക്കെ നമ്മൾ മെഡിക്കേറ്റഡ് മൗത്ത് വാഷസാണ്, അതൊന്നും അങ്ങനെ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈം വരെ യൂസ് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ വായുടകത്തുള്ള നാച്ചുറൽ ബാക്ടീരിയാസ് എല്ലാം ഡെഡായി പോകും. ഒരു സെലിബ്രിറ്റി സ്മൈൽ ദാറ്റ് യു അഡ്മയർ? ലോകത്തുള്ള ആര് വേണം? ആദ്യം ഫേസ് വരുന്നില്ലല്ലോ. ഐശ്വര്യ. ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അപ്പോൾ നമ്മൾ ആദ്യം
സംസാരിച്ചൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഒത്തിരി സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു നോളജ് കുറേ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നതാണ്. അതായത് എല്ലാ ഓർത്തോഡോണ്ടിസ്റ്റും ഡെന്റിസ്റ്റാണ്, പക്ഷേ ഡെന്റിസ്റ്റുകൾ എല്ലാം ഓർത്തോഡോണ്ടിസ്റ്റ് അല്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പം ഡെന്റിസ്ട്രിയിൽ തന്നെ പല പല ഏരിയാസ് ഫോക്കസ് ചെയ്യാനുണ്ട്. സ്മൈൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ വൺ പ്രൊസീജിയർ അല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അപ്പം ഡോക്ടർ എങ്ങനെയാണ് ഇപ്പം എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ ഒരു എന്താ പറയുക ക്ലിനിക്കിൽ, ഡെന്റിസ്റ്റ് ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ചെല്ലുക, അലൈനസ് തരാൻ പറയാം, അവർ കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അത് ബോധവൽക്കരിക്കപ്പെടണം, ആളുകൾക്ക് അതിനെ കുറിച്ചുള്ളൊരു നോളജ് കിട്ടിയാലേ അങ്ങനെ അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചോദിക്കാൻ കാര്യം. അപ്പൊ എങ്ങനെയാണ് ഡോക്ടറിന്റെ ഒരു രീതി? വരുന്ന ഉടനെ നമുക്ക് ചുമ്മാ ഒരാൾക്ക് അലൈനേഴ്സ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയല്ല. അപ്പൊ നമ്മളൊരു പേഷ്യന്റ് വന്നു, നമ്മൾ ആദ്യം ആ പേഷ്യന്റ് പ്രശ്നം എന്താണെന്ന് നോക്കും, അതിന് അലൈനേഴ്സ് പോസിബിൾ ആണോ എന്ന് നോക്കും. ഇപ്പം ചില കേസസിൽ പല്ലിന് സ്പേസ് ഉണ്ടാവും, പക്ഷെ ആ കേസസിൽ അലൈനേഴ്സ് പോസിബിൾ ആയിരിക്കില്ല. അപ്പം നമ്മൾ ബെനീസിൻ്റെ ഓപ്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ ക്രൗൺസിൻ്റെ ഓപ്ഷൻ കൊടുക്കും. അതല്ല, ഇനിയൊരു പേഷ്യൻ്റ് വന്നു, പല്ല് ഫുള്ള് സ്പേസിങ് ആണ്, അപ്പോൾ കല്യാണമാണ് എന്ന് പറയും. അപ്പോൾ കല്യാണം ആദ്യം നമ്മൾ പേഷ്യനോട് പറയുന്നത് നാച്ചുറലി നമുക്ക് അലൈനേഴ്സ് വെച്ച് ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റും, പക്ഷേ 1 വീക്കിൽ കല്യാണമാണ്, അലൈനേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഗ്യാപ്പ് ക്ലോസ് ആവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പറയും നമുക്ക് ഇതുപോലെ സ്മൈൽ ഡിസൈനിങ് വഴി വെനീസ് വെച്ചോ ക്രൗൺസ് വെച്ചോ 1 വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഇല്ലാത്തൊരു പേഷ്യനോട് നമ്മൾ പറയും നാച്ചുറലി പല്ല് ഒന്നും ചെയ്യേണ്ട, നാച്ചുറലി പല്ല് എങ്ങനെയാണോ അതേ പല്ല് വെച്ച് നമുക്ക് അലൈനേഴ്സ് വെച്ച് ഗ്യാപ്പ് എല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതേ സമയത്ത് ഒരു പേഷ്യൻ്റ് വന്നിട്ട് നമുക്ക് സമയമുണ്ട്, ഇത്രയും സമയമുണ്ട്, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഒരിക്കലും വെനീസോ ക്രൗൺസോ നമ്മൾ കൊടുക്കില്ല. അപ്പം സമയമുള്ളൊരു പേഷ്യൻറ്റിന് നാച്ചുറലി ചെയ്യുന്നതല്ല ഈസി. അതല്ല 1 വീക്കിൽ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഗ്യാപ്പും ക്ലോസ് ചെയ്ത് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഒരു 1 ഇയർ കഴിയുമ്പോൾ ഇനി റിലാപ്സ് വരും. അപ്പം എന്താണോ പേഷ്യൻ്റ് ആപ്റ്റായിട്ടുള്ളത് ആ ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഓർത്തോഡോണ്ടിസ്റ്റാണ്, അല്ലെങ്കിൽ ഞാൻ അലൈനർ സ്പെഷ്യലിസ്റ്റാണ്, ഞാൻ എൻ്റെ വർക്ക് മാത്രമേ ചെയ്യൂ, അല്ല ഞാൻ വെനീറോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പം അതിന് അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്, അവർ ചെയ്യും. ഇങ്ങനെ റോങ്ഫുൾ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർ പിന്നെ വന്നിട്ടുണ്ടോ റിലാപ്സ് ആയിട്ട്? നമുക്ക് ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പുറത്തുനിന്നും അല്ലെങ്കിൽ ഇപ്പം UK പോയ പേഷ്യൻസ്, ഇവർക്ക് ടൈം ഉണ്ടാവില്ല, അപ്പോൾ 1 വീക്ക് 2 വീക്ക് ടൈമിലേക്ക് ഇവർ വരും. അപ്പം നമുക്കിപ്പം അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 2 വീക്സിലോ 3 വീക്സിലോ നമുക്ക് അലൈനേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ചില പേഷ്യൻസ് ഫ്രണ്ടിൽ മുഴുവൻ വെനീസ് വെച്ചിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് വരും. നമുക്ക് പ്രീമിയം അലൈനേഴ്സ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വീണ്ടും അതിൻ്റെ അലൈൻമെൻറ്റ് കറക്ഷൻസ് ഒക്കെ പറ്റും. അതല്ല പേഷ്യൻസിന് അത്രയും അഫോർഡബിൾ അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ലൈഫ് ലോങ് ഡാമേജ് ആയത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ പേഷ്യൻസിനോട് പറയും. ഒരു സ്ഥലത്ത് പോയി അതിൻ്റെ ഒപ്പീനിയൻ എടുത്ത് ഇനി ഒരാളെടുത്തുകൊണ്ട് ചോദിച്ചു നോക്കാം, ചിലപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ ആൾക്ക് ചെയ്യാൻ പറ്റിയാലോ. അപ്പോൾ എപ്പോഴും ഇപ്പോൾ അലൈനേഴ്സ് ആണെങ്കിലും ടീത്ത് പ്ലാൻ ചെയ്യാൻ അറിയാവുന്ന ഒരു ഡോക്ടറെ അടുത്ത് പോയി അലൈനേഴ്സ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അതായത് അലൈനേഴ്സ് തന്നു, ആ പല്ല് എങ്ങനെ മൂവ് ചെയ്യണം അല്ലെങ്കിൽ ആ പല്ല് എങ്ങനെ മൂവ് ചെയ്യുന്നില്ല എന്ന് അറിയാവുന്ന ഒരാൾക്കായിരിക്കും എപ്പോഴും അലൈനർ ട്രീറ്റ്മെൻറ്റ്സ് ഭംഗിയാക്കി ചെയ്യാൻ പറ്റും. സത്യമാണ്, കാരണം ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ പൈസ കുറച്ച് പെട്ടെന്ന് കാര്യം നടന്നു കിട്ടും. അത് ഈ ഓൺലൈൻ കമ്പനികൾ അങ്ങനെ കുറേ ഉണ്ട്, ഡോക്ടറിനെ ബൈപ്പാസ് ചെയ്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര കുറച്ച് പൈസ മതി പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. അപ്പോൾ ആ പേഷ്യൻസ് ഒക്കെ ഇതിപ്പോൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുകയാണ്. അത് ചെയ്ത് കൊളാക്കി TMJ ഇഷ്യൂസ് വന്നൊരു ഹ്യൂജ് കാറ്റഗറി ഓഫ് പേഷ്യൻസ് ഉണ്ട്. കമ്പനി നെയിമൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, ഈ റോങ്ഫുൾ അഡ്വർടൈസ്മെന്റ് ആണ് ശരിക്കും. അങ്ങനെ ഒരു 5 മിനിറ്റിൽ നിങ്ങളുടെ പ്രശ്നം തീർന്നു പോയി. അപ്പോൾ ഈ പേഷ്യൻസ് ഒക്കെ വിചാരിക്കുന്നത് വരുന്നു, നമ്മൾ കൊടുക്കുന്നു, വായിൽ വെക്കുന്നു, ശരിയാവുന്നത്. അങ്ങനെയല്ല. പേഷ്യൻസ് വന്ന് സ്കാൻ ചെയ്തു, പല്ലിൻ്റെ അളവിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് അലൈനേഴ്സ് എടുക്കുന്ന, ഞാൻ കൂടുതൽ പ്രീമിയം അലൈനേഴ്സാണ് ചെയ്യുക, ഇൻവിസിലൈൻ എന്ന് പറയുന്ന ബ്രാൻഡാണ് ചെയ്യുക. അപ്പോൾ ഈ അലൈനേഴ്സ് വരാൻ 4 ആഴ്ചയെങ്കിലും മിനിമം എടുക്കും. അലൈനേഴ്സ് വന്ന ശേഷം പിന്നെ പല്ലിൽ ഇതുപോലെ അറ്റാച്ച്മെൻറ്റ്സോ അല്ലെങ്കിൽ IPRO ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പേഷ്യൻസിനെ അലൈനേഴ്സ് കൊടുത്ത് വിടും. എല്ലാ വീക്കും നമ്മൾ പേഷ്യൻസിനെ ഫോളോ അപ്പ് ചെയ്യും, എങ്ങനെയുണ്ട് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫിറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോ. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരുള്ളൂ. അല്ല, ഈ ഞാൻ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം വന്നു, നമ്മൾ കാര്യങ്ങൾ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം നോക്കി സ്കാൻ ചെയ്തു. 4 ആഴ്ച കഴിഞ്ഞിട്ട് അലൈനേഴ്സ് വന്നു. അതെ, അലൈനേഴ്സ് വരുമ്പോഴും കുറെ പ്രൊസീജിയർ മറ്റേ അറ്റാച്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട്, അതെ, അതെല്ലാം ചെയ്തിട്ടാണ് ഇത് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഈ ഓൺലൈൻ ത്രൂ ഇതെല്ലാം ചെയ്യാൻ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. എങ്ങനെ ചെയ്താലും
പേഷ്യന്റ് ഹാംലെസ് ആക്കി ചെയ്ത് അവർ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യരുത്. അറിയാവുന്നവർ ചെയ്തോട്ടെ, അത് കുഴപ്പമില്ല. ചെയ്ത് മോശമാക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് ചിരികൾ നൽകാൻ പറ്റിയ അടിപൊളിയാക്കാൻ പറ്റിയ ആളാണ്. പക്ഷേ ഞാൻ എല്ലാ ഗസ്റ്റുകളോടും ചോദിക്കുന്നൊരു ചോദ്യം കോമൺ ചോദ്യമാണ്. അത് ചോദിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്ത അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്ന എന്തുമാകാം, അതായത് ഒരു സിനിമയാകാം, ഒരു വ്യക്തിയാവാം, ഒരു ചെറിയൊരു മെമ്മറി ആകാം, ഒരു 2 minutes ഓഫ് യുവർ ലൈഫ്, 5 minutes ഓഫ് യുവർ ലൈഫ്, എന്തും ആകാം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റമോ ഇൻസ്പയറോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ അന്ന് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ, അന്ന് അയാളെ മീറ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ആ ബുക്ക് വായിച്ചില്ലെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പം കോളേജിൻ്റെ ഒരു പീരീഡ് പറയുകയാണെങ്കിൽ, കോളേജ് ലൈഫ് കഴിഞ്ഞ് നമ്മൾ ഈ എൻട്രൻസ് പ്രിപ്പറേഷൻസ്, എനിക്ക് തോന്നുന്നു ഡെന്റിസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു ആളാണ് റീസൻ തോമസ് എന്ന് പറഞ്ഞിട്ട്. നമ്മളെ ഈ എൻട്രൻസ് കോച്ചിങ് പഠിപ്പിക്കുന്ന സാറാണ്. അപ്പോൾ ആള് സിംഗിൾ ഹാൻഡഡ്ലി ആണ് നമ്മളുടെ 5 വർഷത്തെ ടോപ്പിക്സ് നമ്മളെ പഠിപ്പിക്കുക. അപ്പം അതൊരു ഭയങ്കര ഇൻസ്പയറിങ് ആളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആ എൻട്രൻസ് കോച്ചിങ് അറ്റൻഡ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു ഫയർ വരുമല്ലോ, ഓക്കെ സാറിന് ആ ഏജിൽ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾക്കപ്പോൾ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞ് വന്നപ്പോഴും നമ്മളുടെ ഡ്രീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കിട്ടി എന്ന് പറയുന്നതാണ് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് മാരേജ് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നു, അതിന് പിന്നിൽ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പം എൻ്റെ പേര് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ പേര് ശരണ്യ ജെയ് എന്നാണ്. അപ്പോൾ ശരണ്യനെ അറിയുന്ന പോലെ എല്ലാവർക്കും ജെയിനെ അറിയാം. അപ്പം അത് ആക്ച്വലി ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ എപ്പോഴും കാണാം. അപ്പം എല്ലാ കാര്യങ്ങളും ആഫ്റ്റർ മാരേജ്, ഇപ്പം ബിഫോർ മാരേജ് എൻ്റെ ഫാമിലി എത്ര സപ്പോർട്ട് ചെയ്തോ അത്രയും തന്നെ എന്നെ ആഫ്റ്റർ മാരേജ് ഹസ്ബൻഡിൻ്റെ ഫാമിലിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് എല്ലാത്തിലും ഗ്രേറ്റ്ഫുൾ ആണ്. എന്ത് സംഭവിച്ചിട്ടുണ്ടോ ബാഡ് ഓർ ഗുഡ്, അതിലെല്ലാത്തിലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്ക് ഡോക്ടർ ശരണ്യെ എൻഹാൻസ് ചെയ്യുന്ന ആളാണ് ജെയ്. സത്യമായിട്ടും 2 പേരല്ല, ഒറ്റ പേരാണ്. നമുക്ക് ഇപ്പം നമ്മളൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐഡിയ വന്നെങ്കിലും എനിക്ക് ഡെന്റിസ്ട്രി മാത്രമേ അറിയൂ. അത് മാനേജ് ചെയ്യാനോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഹസ്ബൻഡ് മാർക്കറ്റിംഗ് സൈഡ് ആയതുകൊണ്ടും അത്രയും സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ ലൈക്ക് വി ആർ ഗ്രോയിങ് ടുഗദർ. അത് ഒന്നിച്ച് മുമ്പോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഗോഡ് ഗ്രേസ്. ടച്ച് വുഡ്. അല്ല, ഞാനത് ചോദിക്കാൻ മിസ്സായിപ്പോയി. എങ്ങനെയുണ്ട് സ്വന്തമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്? 2 years 1 year ആവും. ഓഗസ്റ്റ് ആകുമ്പോൾ 1 year ആവും. ആക്ച്വലി ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് തുടക്കത്തിൽ ഞാനാണ് ആക്ച്വലി പിന്നോട്ട് നിന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞാനും പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഓട്ടം കണ്ടിട്ട് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് പറഞ്ഞത് നമുക്ക് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴും ഞാൻ 2 സ്റ്റെപ്പ് ബിഹൈൻഡാണ് നിന്നത്. അത്രയും ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട്. പക്ഷേ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് അതൊരു ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാഫ് ആണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ആസ് എ ഫാമിലി വർക്ക് ചെയ്യുക. അപ്പം ഞാൻ എത്ര ഡെഡിക്കേറ്റ് ആണോ എല്ലാവരും അത്രയും അതിൽ ജോയിൻ ചെയ്ത് നിൽക്കുക. ആക്ച്വലി ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഇതൊക്കെ സംഭവിച്ചതിലും മുമ്പോട്ട് പോകുന്നതിലും. നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും പേഷ്യൻസ് വരുന്നതിലൊക്കെ സന്തോഷമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ക്ലിനിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ സോഫയിൽ വന്നായിരുന്നു ഉറങ്ങാൻ തോന്നും. അതൊരു കംഫർട്ട് സ്പേസ് ആണത്. എല്ലാം ഹാൻഡ് പിക്ഡ് ആണ്. അത് മുഴുവൻ ചെയ്തത് ഈ പറഞ്ഞ പോലെ ശരണ്യ ജെയിലെ ജെയ്യാണ്. എന്തായാലും അടിപൊളിയായിട്ട് വരട്ടെ. എന്താ എന്റെ സ്മൈൽ അടിപൊളിയാക്കി തന്നതിനും താങ്ക്സ്. എൻ്റെ ഒത്തിരി പേരുണ്ടല്ലോ, ഇപ്പം 2000-ലധികം കേസസ് ഉണ്ട്. ഇൻവിസലൈൻ്റെ തന്നെ 500 കേസസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. എല്ലാവരുടെയും ആ ഒരു ട്രസ്റ്റാണ് നമ്മളെ പിന്നെയും ഗ്രോ ചെയ്യാനും കൂടുതൽ നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു 500 അല്ലെങ്കിൽ അവർ തന്നെ പറയുന്നുണ്ട് ചിരി ഭംഗിയാക്കിയതിൽ. അപ്പോൾ അത് കേൾക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. നമുക്ക് എന്തെങ്കിലും ആരുടെങ്കിലും ലൈഫിലൊരു ഹാപ്പിനെസ് ആകാൻ പറ്റാന്ന് പറയുന്നത് സന്തോഷമല്ലേ. സോ ട്രൂ.
ഈ ആള് പോഡ്കാസ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിച്ചായിരുന്നു. ഞങ്ങളൊക്കെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടിരുത്തി. മടിയെന്ന് വെച്ചാൽ ടെൻഷൻ ആയതുകൊണ്ട് വേറെ കാര്യമൊന്നുമില്ല. അതെ, അങ്ങനെ ടെൻഷനിൽ കൊണ്ടാണ്. പക്ഷെ നല്ലൊരു എപ്പിസോഡായിരുന്നു. Thank you so much. ടെൻഷനൊക്കെ മാറിയില്ല ഇപ്പോൾ. കാരണം എൻ്റെ ഒരു നമ്മൾ അറിയുന്നത് കൊണ്ട് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്ര നോളജബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.